സന്തോഷത്തോടെ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. धन्यवाद के साथ हाथ ताली बजाकर परमेश्वर को धन्यवाद दे. ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ കാണുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. बहुत आनंद है आप सबको देखने के लिए परमेश्वर जो मौका दे इसका धन्यवाद देते हैं. ഈ ചർച്ചിലെ ശുശ്രൂഷകൻ, इस चर्च का सेवक, തൻ്റെ കുടുംബം, उनके कुटुंब, അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി കുടുംബങ്ങൾ, और उसी प्रकार आशीषित विश्वासी लोग, അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിക് ടീം, आशीषित म्यूजिक टीम, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരൻ, ट्रांसलेट करने वाला भाई, എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. सभी को मैं यीशु के नाम से स्वागत करता हूं. ഒന്നുകൂടെ ചിരിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. और एक बार हंस के परमेश्वर को धन्यवाद दे. आमीन. ഹല്ലേലൂയ. हालेलुया. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ബാക്കിൽ വന്നിരുന്ന് ആരാധിച്ചിട്ട് പോകണമെന്നാണ് ആഗ്രഹിച്ചത്. हकीकत में इस प्रकार इच्छा रखा था कि पीछे बैठ के आराधना करके चले जाए. പക്ഷേ ദൈവം ഈ തന്ന നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. लेकिन परमेश्वर दिया हुआ अच्छा मौके के लिए परमेश्वर को धन्यवाद देता हूं. മാസങ്ങളായി പാസ്റ്ററുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾ കാണുവാൻ ഇടവന്നു. महीनों से पासवान के साथ एक अच्छा प्रेम संबंध है, इसके परमेश्वर को धन्यवाद देता हूं. ഇന്ന് അദ്ദേഹത്തിന്റെ ചർച്ചിൽ വരുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി. आज उनके कलीसिया में आने के लिए परमेश्वर जो मौका दिया इसके धन्यवाद. ഒരിക്കൽ കൂടെ സാക്ഷി പറഞ്ഞ പിള്ളേര്, സാക്ഷി പറഞ്ഞ പ്രിയ കുടുംബങ്ങൾ എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. और जिन्होंने भी गवाही दिया वो सारे कुटुंब को भी परमेश्वर को धन्यवाद देता हूं. ഇതിന്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു എന്നോട് പറയാൻ പറയുന്നു. आमीन. परमेश्वर कहते इस प्रकार वो यहाँ का जो अंतरिक्ष, यहाँ का जो मौसम उसको परमेश्वर बदल रहा है. കേവലം ഒരു പ്രസംഗം കേൾക്കാനോ പാട്ട് പാടാനോ അല്ല ഇരിക്കേണ്ടത്. आमीन. केवल एक गीत गाने के लिए या प्रचार सुनने के लिए नहीं बैठना है. ഫിന്നി പാസ്റ്റർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പെർഫോം ചെയ്യാനല്ല, പ്രസൻസ് അനുഭവിക്കാൻ വേണ്ടിയാണ്. फिन्नी पास्टर ने इन्हें इसके लिए नहीं लाया कि परफॉर्म करे, लेकिन परमेश्वर की मौजूदगी को महसूस करने के लिए. ഞാനിന്ന് ഈ ചർച്ചിൽ വന്നത് മാർക്ക് ഇടാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. इस कलीसिया में पासवान मार्क डालने के लिए नहीं आया है. ഞാൻ ഈ ചർച്ചിൽ വന്നത് പ്രാപിക്കാൻ വേണ്ടിയാണ്. इस कलीसिया में जो आया है प्राप्त करने के लिए आया है. എന്റെ കൂടെ സമ്മതിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് തട്ടി കർത്താവിനെന്ന് മഹത്വപ്പെടുത്തട്ടെ. हमारे साथ है वो हाथ ताली बजा के धन्यवाद दे. എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, ഞാനൊരു 100% ബ്ലൈൻഡ് ആണ്. पासवान को दोनों आंखों में रोशनी नहीं है, वो 100% अंधे हैं. അടുത്ത 1 hour നിങ്ങൾ എന്നോട് സൗണ്ട് കൊണ്ട് എന്നോട് സപ്പോർട്ട് ചെയ്യുക. और 1 घंटा आप हमारे साथ साउंड दे के मदद करें. എന്നോടൊപ്പം പാടുക, इनके साथ गाइए. കൈകൾ തട്ടാൻ പറയുമ്പോൾ കൈകൾ തട്ടുക. जब हाथ ताली बजाने बोले हाथ ताली बजाए. നമ്മൾ എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്താൽ എന്നോടൊന്ന് സംസാരിക്കുക. आप हमारे साथ जुड़े रहे. എഗ്രിയാണോ? आप एग्री है क्या? आमीन. ധന്യവാദ്, ധന്യവാദ്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ എന്നുമെന്നും വേണം. मेरे प्यार तेरे लिए कभी कम न होगा, मेरे जान से भी ज्यादा मुझे हर पल यीशु चाहिए. ഞങ്ങളുടെ കൂടെ ഒന്ന് പാടാൻ കഴിയുമോ? ഹല്ലേലൂയ. हमारे साथ गा सकते हैं. मेरा हमदम में मेरा जीवन है, मेरा शोभा है, अमृत है यीशु. ट्राई करो. मेरा हमदम में मेरा जीवन है, मेरा शोभा है, अमृत है यीशु. सबको गाइए. मेरा हमदम में मेरा जीवन है, मेरा शोभा है, अमृत है यीशु. सुबह है शाम को बस तू ही है, मेरा जीवन में रग रग में बस तू ही है. सुबह है शाम को बस तू ही है, मेरे जीवन में रग रग में बस तू ही है. എന്റെ
ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. सबका गाइए मेरा हमदम है अबा, मेरा जीवन है, मेरा शोभा है, अमृत है यीशु. मेरा प्यार तेरे लिए कभी कम न होगा, मेरा जान से भी ज्यादा मुझे हर पल यीशु चाहिए. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴൻ ആയി. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ അബാ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണ് അബാ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. മേരാ ഹംദമേ, मेरा हमदम है, मेरा जीवन है, मेरा शोभा है, अमृत है यीशु. सुबह है शाम को बस तू ही है, मेरे जीवन में रग रग में बस तू ही है. शाम को बस तू ही है, मेरे जीवन में रग रग में बस तू ही है. आराधना आराधना अबा, आराधना आराधना यीशुवे, आराधना आराधना हुरमानरे, आराधना again again, आराधना आराधना आराधना. सबका गाइए आराधना आराधना. अन्य भाषा बोलिए, अन्य भाषा. Ramana Shada. Angels, come on, come on, come on, take this place. Oh Ramana Dare Shamana Re Rabale Aradana Aradana. मेरा हमदम है, मेरा जीवन है, मेरा शोभा है, अमृत है यीशु. मेरा हमदम है, मेरा जीवन है, मेरा शोभा है, अमृत है यीशु. പരിശുദ്ധനായ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്ന കർത്താവേ, ഈ സൺഡേ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നതിന് നന്ദി. ഞങ്ങൾക്കാൾ ബലമുള്ളവർ, പവറുള്ളവർ, ബന്ധങ്ങളുള്ളവർ ഉലകം വിട്ടു പോയപ്പോൾ ഒരു സൺഡേ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തപ്പ അങ്ങ് തന്നതിന് നന്ദി. ഞങ്ങൾ വന്നതല്ല, ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നേടിയതല്ല, ദൈവം ഞങ്ങൾ തന്നതാണ് കർത്താവേ. പ്രിയ മാമ പറഞ്ഞതുപോലെ അങ്ങയുടെ മഹത്വത്തിനൊപ്പം ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, മടക്കിയ ആ മഹത്വത്തെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങയുടെ ആ മഹത്വത്തിലേക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ എൻട്രി ആകുന്ന അപ്പം തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ കർത്താവേ
അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. മാനുഷ്യമായ ഒരു ദൂത് പറയാൻ അനുവദിക്കരുത് കർത്താവ്. ഒരു ദൂതും ഈ ചർച്ചിന് വേണ്ടി മറച്ചു വെക്കരുത് കർത്താവ്. സകലത്തെ കർത്താവെ തുറക്കണമേ. എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന പ്രിയ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ വഴികളെ കർത്താവ് അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഞാൻ ഈ ലോകത്ത് ജനിക്കുന്നത് കാഴ്ച ഉള്ള വ്യക്തിയായിട്ടാണ് ഞാൻ ഈ ലോകത്ത് ജനിക്കുന്നത്. जब पासवान का जन्म हुआ वो देख सकते थे ഈ ലോകം എത്ര സുന്ദരമാണ് അല്ലേ. ये दुनिया कितना खूबसूरत है. സൂര്യൻ, ചന്ദ്രൻ, പ്രകൃതി, सूरज चांद जो प्रतीक है, അതുപോലെ തന്നെ നമ്മുടെ അപ്പനമ്മ, രക്തബന്ധങ്ങൾ, സഹോദരങ്ങൾ, उसी प्रकार हमारे माता पिता जो हमारे रिश्तेदार हैं. എന്തിനേറെ നമ്മുടെ മുഖം കാണുവാൻ പറ്റുക തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. सबसे बड़ी बात तो ये है कि हम अपने खुद की चेहरा देख सकता है. എന്നാൽ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിന്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. लेकिन वो जो सौभाग्य है पासवान का जीवन सिर्फ 8 साल की उम्र तक ही था. 3 ക്ലാസ്സിൽ പഠിച്ച് 4 ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ കാത്തിരുന്ന എൻ്റെ ജീവിതത്തെ और तीसरी कक्षा के बाद जब चौथी कक्षा में जाने उसके समय ആ ദുരന്തം ഞങ്ങളുടെ കുടുംബത്തെ എന്നെ തേടിയെത്തി. वो एक ऐसी परछाई हमारे जीवन में आया. അത് ഒരു വെക്കേഷൻ സമയമായിരുന്നു. एक वेकेशन का समय था. എൻ്റെ 2 കണ്ണിലും ചുവപ്പ് വരികയും पासवान के दोनों आंखों में लाल हुआ, കണ്ണുനീര് വരികയും आंसू आने लगे. തല അനക്കാൻ കഴിയാതെ വല്ലാതെ ഞാൻ ഭാരപ്പെടുകയായിരുന്നു. कि वो सिर हिला नहीं सकता था, बहुत दर्द होता था. അന്ന് എൻ്റെ മുതിർന്നവർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല, तभी बड़े लोग बोला इससे डरने की जरूरत नहीं है, ഇത് ചൂട് സമയത്ത് ഉണ്ടാകുന്നതെന്ന് എന്നെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ये गर्मी में होता है बोल के सभी ने कहा. പക്ഷെ 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി. लेकिन 2-3 दिन के बाद इनका अवस्था बदलने लगा. എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. वो खाना नहीं खा पा रहे थे, കണ്ടിന്യൂ ആയിട്ട് വോമിറ്റിംഗ് വരുന്നു. कंटिन्यूस उल्टी हो रहे थे. എന്തോ പന്തിയുണ്ടെന്ന് മനസ്സിലായി. लगा कुछ तो गड़बड़ है. എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. इनको ट्रिवांड्रम में एक आँख के हॉस्पिटल में ले गया. എനിക്ക് വിദഗ്ധമായ ചികിത്സ എന്നെ ഡോക്ടർമാർ എനിക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി. और डॉक्टर ने उत्तम से उत्तम इलाज किया. അവർ എന്നെ ഒത്തിരി സ്കാനും റിപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. उन्होंने बहुत सारे स्कैन और रिपोर्ट्स किया. ഫൈനലി എൻ്റെ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു റിപ്പോർട്ട് തന്നു. और डॉक्टर ने एक रिपोर्ट दिया. എൻ്റെ ഡോക്ടർ എൻ്റെ പിതാവിന് കൊടുത്ത റിപ്പോർട്ട് ഇതാണ്. कि डॉक्टर ने इनके पिता को एक रिपोर्ट दिया. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നിവിന്റെ വിഷയം. कि आप जो सोच रहे वैसा नहीं इसका विषय. നിവിന്റെ 2 കണ്ണിലും ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ്. इनके दोनों आंखों को कैंसर हुआ है. നിവിന് 39 ദിവസം മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. अब ये ज्यादा से ज्यादा 39 डेज जी सकता है. അല്പ ആയുസ് മാത്രമേ നിവിനുള്ളൂ. इनको बहुत कम उम्र है. അവനെ വീട്ടിൽ കൊണ്ടുപോവുക, സന്തോഷം അവന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക. उसको घर पे ले जाए, उसका जो भी इच्छा वो पूरा करने को कीजिए. ഞങ്ങളുടെ ജീവിതം ആകെ തകർന്നുപോയി. उनके जीवन पूरा टूट चुका था. എൻ്റെ കുടുംബത്തിലെ മൂത്ത മകനാണ് ഞാൻ. इनके कुटुंब के बड़ा बेटा है ये. മരിച്ചു പോകും, ക്യാൻസർ രോഗം എന്നൊക്കെ പറഞ്ഞ് ആരെ കൊണ്ടാ സഹിക്കാൻ കഴിയുക? कि मर जाएगा, कैंसर की बीमारी कौन नहीं झेल सकता. കാര്യം ഡോക്ടർ രോഗത്തിന്റെ വിവരണങ്ങളാണ് പറയണമെങ്കിലും भले डॉक्टर जो है बीमार के जो गुण बताता है, ഒരു മനുഷ്യന്റെ സഹിക്കുന്നതിനും അപ്പുറമാണ്. लेकिन इंसान उसको लेने का एक अलग है. ഡോക്ടർ പറഞ്ഞത് ഈ നിവിന് പഠിക്കാൻ കഴിയത്തില്ല, कि डॉक्टर ने बोला ये पढ़ नहीं पाएगा, ഓർമ്മശക്തി കാണത്തില്ല, उसको याद नहीं रहेगा, വീട്ടിനകത്ത് തന്നെ ഇരിക്കും, വീട്ടിനകത്ത് ഒരു ജീവശവം പോലെ കിടക്കും, ये घर के अंदर एक जिंदा लाश जैसा रहेगा, കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല. इनका कोई भी तालन है वो प्रकट नहीं कर पाएगा. അങ്ങനെ വല്ലാതെ ഞങ്ങൾ വിഷമത്തിലോട്ടായി. वो ऐसा बहुत ही दुख में थे. എൻ്റെ പിതാവ് വളരെ സങ്കടപ്പെട്ടു. इनके पिता बहुत दुख में थे. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. क्या करना तो पता नहीं था. നമ്മുടെ എല്ലാവരുടെ ലൈഫിന്റെ അകത്ത് हम सबके जीवन में പൈസയ്ക്കോ ബന്ധങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സമയം വരും. हम सबके जीवन में ऐसा एक उम्र समय आएगा वो हमारा कोई भी पहचान धन कुछ भी काम का नहीं रहेगा. ആ സമയം എൻ്റെ ജീവിതത്തിൽ വന്നത് 8ാം വയസ്സിലാണ്. इनके जीवन में ऐसा समय 8 साल की उम्र में आया. പക്ഷേ ഈ ചർച്ചിനോട് ഞാനൊരു ദൈവശബ്ദം പറയാം. आमेन. लेकिन इस कलीसिया को मैं परमेश्वर की वाणी देता हूं. അങ്ങനെ ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, जब कोई भी उतर नहीं आ सकता वैसे अवस्था में जब तू जाता है, ഇറങ്ങി വരാൻ ഉലകത്തിൽ ഒറ്റയാളേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. वो है यीशु मसीह. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഇന്ന് പകല് ഞാൻ പറഞ്ഞോട്ടെ, യേശു കർത്താവ് അതുപോലത്തെ സിറ്റുവേഷന്റെ അകത്ത് ഇറങ്ങി വരാൻ പോകുകയാണ്. मैं ये कहना चाहता हूं कि अब इस प्रकार की अवस्था में तो यीशु मसीह आपके विषय में उतर आने वाला है. आमीन. ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടറിനോട് പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടേ? डॉक्टर से पूछा अभी क्या करना है, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമോ? क्या ऑपरेशन कर सकता है? ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്ഷനും ഞങ്ങളുടെ മുമ്പിലില്ല. डॉक्टर बोला कोई भी ऑप्शन हमारे पास नहीं है. ഞങ്ങളുടെ പാസ്റ്ററിനോട് ഞങ്ങൾ കൈമാറി. हमारे पास्टर से हमने बातचीत किया. പാസ്റ്റർ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല.
पास्टर कुछ बोल नहीं रहा है। ഡോക്ടർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പാസ്റ്ററിനോട് പറഞ്ഞു. डॉक्टर ने जो भी कहा सारी चीजें पास्टर से कहा। അവസാനം പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, अंत में पास्टर ने एक बात कहा, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. आमीन, चलो हम प्रार्थना करते हैं। ക്യാൻസറിന്റെ റിപ്പോർട്ട് മരിച്ചു പോകുന്നു പറഞ്ഞ ഒരാളുടെ അടുത്ത് പറയാ നമുക്ക് പ്രാർത്ഥിക്കാം. जो जिसको कैंसर पीड़ित है, जो मरने वाले, उसको बोलते हैं हमें चलो हम प्रार्थना करते हैं। എന്തായാലും മനസ്സില്ല മനസ്സോടെ എന്നെ ഡിസ്ചാർജ് കാർഡ് വാങ്ങി कुछ भी हो, हम बिना इच्छा के डिस्चार्ज कार्ड लिया, എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. घर पे ले आया। ആ വീട്ടിൽ ഞാൻ കണ്ട കാഴ്ച, उस घर में पास्टर ने क्या देखा, എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കൾ ചർച്ചക്കാരെല്ലാരും വരാൻ തുടങ്ങി. इनसे प्रेम करने वाले सारे रिश्तेदार आने लगे പുറത്ത് ടാർപ്പൊക്കെ കെട്ടി പ്രാർത്ഥന ആരംഭിച്ചു. और बाहर प्रार्थना शुरू किया। സത്യത്തിൽ എന്റെ വീട് ഒരു മരണ വീടായി മാറി. हकीकत में इनका घर जो है एक मृत्यु का घर जैसा बना। ഞാൻ ഇന്ന് ഓർക്കുന്നു, എൻ്റെ ആ മങ്ങിയ വെളിച്ചത്തിൽ എല്ലാവരും എന്നെ നോക്കുന്നു, സഹതാപത്തോടെ എന്നെ നോക്കുന്നു, കണ്ണുനീര് ഒഴുക്കുന്നു. എനിക്കും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. मुझे आज भी उस धुंधले नजर से मुझे याद है, लोग मुझे तरस के साथ देखते हैं, आंसू बहा रहा है। എന്തായാലും എനിക്ക് വേണ്ടി പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. लेकिन इनके लिए पासबान लोग प्रार्थना करना शुरू किया। എന്നെ ഒരു ശവത്തെ കിടത്തുന്ന പോലെ കിടത്തി എന്റെ തല മുതൽ പാദം വരെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. इनको एक लाश के जैसा डाला और उनके सिर से लेके पैर तक आंसू बहा के प्रार्थना करने लगे। പ്രാർത്ഥിക്കുന്ന ദൈവഹിതം നിവിന്റെ മേൽ നിറവേറണമെന്നാണ്. और इस प्रकार प्रार्थना करते हैं, परमेश्वर तेरी इच्छा इसके ऊपर पूरा हो। അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്ന് രണ്ട് പ്രവചന ശബ്ദങ്ങൾ എനിക്ക് വേണ്ടി കർത്താവ് മാറ്റിവെച്ചു. जब उस प्रकार प्रार्थना कर रहा था, परमेश्वर का कुछ वाणी इनके लिए परमेश्वर ने रखा। അതിൽ ഒന്നാമത്തെ പ്രവചന ശബ്ദം ഇതാണ്, उसमें से पहला वाणी ये था, നിവിൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, निविन जो है राज संचार करेंगे, ദേശ ദേശാന്തരങ്ങളിൽ സഞ്ചരിക്കും, देश देश जाएंगे, കർത്താവിന്റെ നാമത്തെ നിവിൻ ഉയർത്തും, परमेश्वर का नाम को ऊंचा उठाएंगे, ദൈവരാജ്യത്തിന് ഇവൻ പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞു. परमेश्वर राज के लिए अच्छा होगा। സത്യത്തിൽ ഈ പറഞ്ഞ വാഗ്ദത്തവും എന്റെ റിപ്പോർട്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. हकीकत में जो परमेश्वर का जो वादा था और रिपोर्ट में कोई संबंध नहीं था। റിപ്പോർട്ട് പറയാൻ നിവിൻ മരിച്ചു പോകുമെന്ന്, रिपोर्ट कहता है ये मरेगा, റിപ്പോർട്ട് പറയുന്നത് നിവിനെ കൊണ്ട് ഒരു കഴിവുമില്ലെന്ന്, रिपोर्ट कहते हैं निविन से कोई भी गुण नहीं है, റിപ്പോർട്ട് പറയുന്നത് ഇവനെ കൊണ്ട് ഒരു സാധ്യതയില്ലെന്ന്. रिपोर्ट कहते हैं इसे कोई भी उम्मीद नहीं है। പക്ഷെ എന്റെ മേൽ വന്ന പ്രവചന ശബ്ദം പറയുന്നു ഇവൻ മരിക്കത്തില്ല, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. लेकिन जो भविष्यवाणी आया कहता है मरेगा नहीं, परमेश्वर का राज के लिए इस्तेमाल होगा। ഇന്ന് ഈ സൺഡേ സർവീസിൽ ഞാൻ ഒരു പ്രവചന ശബ്ദം പറയാം. आज इस संडे सर्विस में एक भविष्यवाणी देता हूं। നമ്മുടെ ലൈഫിന്റെ അകത്ത് റിപ്പോർട്ടുകളല്ല സത്യം, പകരം ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. हमारे जीवन में हमारा रिपोर्ट नहीं, परमेश्वर का क्या वादा है वो है सच। ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, आज मैं आत्मा में देख रहा हूं ചില റിപ്പോർട്ടുകൾ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. परमेश्वर कुछ रिपोर्ट्स को कैंसिल करने वाला है। റിപ്പോർട്ട് അല്ല സത്യം, യേശു പറഞ്ഞതാണ് സത്യം. रिपोर्ट नहीं है हकीकत, परमेश्वर जो कहता है वो है हकीकत। റിപ്പോർട്ട് പറഞ്ഞു നിവിൻ മരിച്ചു പോകുമെന്ന്, रिपोर्ट कहते हैं निविन मर जाएगा। പക്ഷെ 2026 പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം പറഞ്ഞു ഇവിടെ മുംബൈയിൽ അവൻ നിൽക്കുമെന്ന്. लेकिन पवित्र आत्मा ने बोला 2026 को मुंबई में खड़ा रहेगा। അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പാടിപ്പോയത്. इसके लिए मैं बिना जाने गीत गाने लगा। ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം, ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴൻ ആയി. ഇന്ന് രാവിലെ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളെ പോലെ പാടാതിരിക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളെ പോലെ കൈയടിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ പറയുമ്പോ മണ്ണിന് വളമാകേണ്ട എന്നെ ഇങ്ങനെ ജീവനോടെ നിർത്തിയെങ്കിൽ എത്ര പാടിയിട്ടും എനിക്ക് കൊതി തീർന്നിട്ടില്ല. मैं आपके जैसा नहीं रह सकता, क्योंकि जो मिट्टी के लिए गुण बनने वाला उसको आज भी परमेश्वर ने जिंदा खड़ा किया है, तो मैं उसकी स्तुति करता रहूंगा। ദൈവത്തിന് ജീവനുള്ള ഒരു സ്തോത്രം കൊടുത്താട്ടെ. परमेश्वर को जीवित एक धन्यवाद दो। हालेलुया हालेलुया, जोर से हालेलुया, और जोर से आमीन, हालेलुया। थैंक यू जीसस.
എന്റെ ഡോക്ടർ പറഞ്ഞത് പഠിക്കാൻ കഴിയത്തില്ലെന്നാണ്. डॉक्टर कहा कि इसमें पढ़ाई नहीं कर पाएगा. ഓർമ്മശക്തി കാണത്തില്ലെന്നാണ്. डॉक्टर ने कहा याद नहीं रख पाएगा. കൃപയാൽ എനിക്ക് ബൈബിൾ കോളേജിൽ MD പാസ്സാവാൻ ദൈവം എനിക്ക് അവസരം തന്നു. परमेश्वर ने बाइबल कॉलेज में MD पास करने के लिए मौका दिया. കൃപയാൽ എനിക്ക് PG കംപ്ലീറ്റ് ചെയ്യ ദൈവം എനിക്ക് അവസരം തന്നു. कि परमेश्वर ने की कृपा से मैं PG भी कंप्लीट किया. ഒന്നും കൂടെ ഞാൻ പറയുന്നത് റിപ്പോർട്ട് അല്ല സത്യം, യേശു പറഞ്ഞതാണ് സത്യം. फिर से मैं कहता हूं रिपोर्ट नहीं है सच, यीशु है सच. ലോകം നിങ്ങളെ നോക്കി പറയുന്നതല്ല സത്യം. हमें दुनिया जो आपके बारे में कहते हैं वो नहीं है सच. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ബന്ധുക്കൾ പറയുന്നതല്ല സത്യം. आपके दोस्त आपके रिश्तेदार जो कहते हैं वो नहीं है सच. സാർ യേശു എന്നാണ് നിങ്ങളെ പറ്റി പറയുന്നത്, അതാണ് സത്യം. यीशु जो आपके बारे में कहते ആ हैं वो है സത്യം सच. പറയാനാണ് കേരളത്തിൽ നിന്ന് ദൈവം ഇന്ന് പകല് ഇങ്ങോട്ട് വിട്ടത്. वो सच को बताने के लिए केरला से परमेश्वर ने यहाँ लाया है. नहीं, നിങ്ങൾ പലരിൽ കണ്ടു കാണമേ, ഞാൻ പാടിയ ആ പാട്ട് ഒത്തിരി വൈറലായി. आप में से बहुत सारे लोगों ने देखा होगा वो गीत जो पासवान ने गाया बहुत वायरल हुआ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. मैं और एक बात कह देता हूँ. നമ്മുടെ ലൈഫ് മാറാൻ ഒരു വരി പാട്ട് മതി. പ്രൈസ് ദി ലോർഡ്. हमारा जीवन बदलने के लिए एक लाइन गीत काफी है. ഒരു മനുഷ്യന്റെ ലൈഫിനെ തിരിക്കാൻ ഒരു സ്വപ്നം മതി. कि एक इंसान को बदलने के लिए और एक सपना काफी है. ഒരാളുടെ ലൈഫിനെ മൊത്തം തിരിക്കാൻ ഒരൊറ്റ പ്രവചന ശബ്ദം മതി. कि एक व्यक्ति को पूरा टर्न करने के लिए एक भविष्यवाणी काफी है. അതുകൊണ്ട് ഒരു ചർച്ചിലെ ആരാധനയ്ക്ക് ഞാൻ ഭയങ്കര ഗൗരവത്തോടെ ആയിരിക്കും. कि इसके लिए चर्च के आ रहे हैं बहुत गौरव के साथ बैठेंगे. കാരണം എപ്പോഴാണ് ലൈഫ് തിരിയണമെന്ന് അറിയത്തില്ല. क्योंकि पता नहीं कभी है जो जीवन है पलटेगा. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കും, ചിലരുടെ ലൈഫിനെ കർത്താവ് തിരിക്കാൻ പോകുകയാണ്. आज परमेश्वर के आत्मा में वाणी करते कुछ लोग के जो भविष्य है उसको परमेश्वर टर्न करेगा. ഇതുവരെ പോയതുപോലെ അല്ല, സംതിങ് ഇന്ന് പകൽ ദൈവം പുതിയത് ചിലരുടെ ലൈഫിന്റെ അകത്ത് ചെയ്യാൻ പോകുകയാണ്. आज तक है वैसा नहीं, कुछ लोगों के जीवन में परमेश्वर कुछ नया करने वाला है. ഇന്ന് എനിക്ക് ഒത്തിരി മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. आज बहुत सारे मैसेज इन्हें आते हैं. നിവിൻ നിന്റെ വോയിസ് നന്നായിട്ടുണ്ട്, नवीन तेरा आवाज बहुत अच्छा है. നല്ല ദൈവ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോ कि बहुत परमेश्वर सानिध्य इस प्रकार जब ഞാൻ कहता है ഓടി എന്റെ പ്രാർത്ഥന മുറി ചെന്ന് കരയാറുണ്ട്. तो ये भाग के अपने प्रार्थना रूम में जाके रोता है. കാരണം എന്നാന്നറിയാവോ? कारण क्या पता है? ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. कि ये बहुत नाक से बातें करते थे. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കൂടുതൽ അമ്മമാരാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. या बहुत सारे माता लोग बैठे उन्हें पता है ഞാൻ ജനിച്ചു വീഴുമ്പോൾ എനിക്ക് മിൽക്ക് കുടിക്കാൻ കഴിയാതെ ഞാൻ വല്ലാതെ ഭാരപ്പെടുമ്പോ कि जब वो जन्म हुआ तो दूध नहीं पी सकता था, बहुत कष्ट होता था. എന്റെ മമ്മി ഫീഡിംഗ് ബോട്ടിൽ വലിയ ഹോൾ ഇട്ടിട്ടാണ് എന്നെ വളർത്തിയത്. कि इनकी माँ ने फीडिंग बोतल में बड़ा होल डाल के इन्हें बड़ा किया. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എപ്പോഴെന്നറിയാമോ? आपको पता है मैं सबसे ज्यादा दुख कब हुआ? എന്റെ സ്കൂൾ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. इनके स्कूल के दौरान बहुत दुख में थे. എന്റെ കൂട്ടുകാരോട് ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അവരെന്റെ കുഴപ്പത്തിലേക്ക് വരും. कि जब दोस्तों के साथ टीचर से बात करता था उन्हें कोई समस्या नहीं, लेकिन वो मेरी समस्या में आते थे. സത്യത്തിൽ അവർക്ക് അതൊരു കോമഡിയാണ്. उनके लिए कॉमेडी था वो. പക്ഷെ കേൾക്കുന്നവനെ എത്രത്തോളം തകർത്ത് കളയുമെന്ന് അവർക്ക് അറിയത്തില്ല. लेकिन वो ये नहीं जानता था सुनने वालों को कितना वो तोड़ देता है. അച്ഛാ, ഞാൻ ഈ മൈക്ക് പിടിക്കാൻ കൊതിച്ച നാളുകൾ എന്റെ ലൈഫിന്റെ അകത്തുണ്ടായിരുന്നു. कि ये पासवान के जीवन में माइक पकड़ने के लिए इसने इच्छा रखा हुआ दिन थे. അക്ഷരസ്ഫുടത ഇല്ലാത്ത വ്യക്തിക്ക് ആരാച്ചാ മൈക്ക് കൊടുക്കുക? कि जिसको पढ़ना लिखना जिसको कौन माइक देगा? എന്റെ ചർച്ചിലെ പ്രോഗ്രാം എല്ലാം കഴിയുമ്പോൾ चर्च का प्रोग्राम सब होने के बाद മൈക്ക് എടുത്തോണ്ട് പോയി ആ സ്റ്റാൻഡിന്റെ അടുത്ത് പാടി തുടങ്ങിയ ഒരാളാണ് ഞാൻ. कि चर्च के बाद वो माइक लेके स्टैंड के पास जाके गीत गा के शुरू किया. ആരും എനിക്ക് മൈക്ക് തരില്ല. कोई इन्हें माइक नहीं देता था. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. उनको दोष देके फायदा नहीं है. കാരണം പാടുന്നത് കേൾക്കാൻ ക്ലാരിറ്റി ഇല്ലാത്ത എന്റെ വോയിസിന് ആരാ മൈക്ക് തരിക? कि जब गीत गाएगा तो क्लैरिटी नहीं, उसकी आवाज को कौन ध्यान देगा? പക്ഷെ അന്നും ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം, നിവിന്റെ ശബ്ദത്തെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. तभी भी वो सुनता था निबिन की आवाज को परमेश्वर इस्तेमाल करेगा. എന്റെ ശബ്ദം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതാകാൻ പോകുകയാണ്. आवाज जो है परमेश्वर का राज को उपयोग होगा. സത്യത്തിൽ ഈ പറഞ്ഞ വാഗ്ദത്തം എന്റെ ശബ്ദവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. हकीकत में देखा जो वादा और हकीकत में कोई संबंध नहीं था. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയാം, लेकिन आज सुबह मैं आपसे कहता हूँ എന്റെ വീട്ടില് പിന്നെ എന്റെ മമ്മി തളർത്തിയില്ല. എന്റെ മമ്മി എന്നെ തളർത്തിയില്ല. इनके घर में इनकी माँ ने इनको कभी कमजोर नहीं किया. പള്ളിയിൽ അവസരമില്ലെന്നേ ഉള്ളൂ.
चर्च में मौका नहीं था, ചർച്ച് കൊയറിൽ ഞാനില്ല. चर्च के choir में ये नहीं थे. ഞാൻ വീട്ടിൽ എൻ്റെ മമ്മി എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി, घर में इनकी माता इन्हें सिखाने लगे, പാടാൻ തുടങ്ങി, गीत गाने लगे, സന്ധ്യപ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. कि शाम के प्रेयर में प्रचार करने लगे. അവിടെ ആരും കളിയാക്കാനില്ല. उधर कोई चिढ़ाने वाले नहीं थे. 14 വയസ്സില് जब 14 साल की उम्र था, അമേരിക്കയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ട് कि अमेरिका से डॉक्टर इंडिया में आके ക്ലെഫ്റ്റ് പാലറ്റിന്റെ ഒരു സ്പെഷ്യൽ ക്യാമ്പ് അവർ ചെയ്തു. एक स्पेशल कैंप किया. അവര് എന്താ എന്റെ 3 തവണ എന്റെ ഓപ്പറേഷൻ മാറ്റി വെച്ചതാണ്. कि 3 बार उन्होंने ऑपरेशन पोस्टपोन किया. 4ാമത്തെ തവണയും ഞങ്ങൾ പ്രതീക്ഷയോടെ തന്നെ പോയി, നടക്കില്ല. कि 14 बार भी हम उम्मीद के साथ गए, इस बार भी होने वाला नहीं है. പക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞു, ഇവിടെ വന്ന 300 കേസിൽ डॉक्टर मेरे यहाँ आए हुआ 300 केस में से ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് നിവിന്റെ തൊണ്ടയാണ്. कि सबसे आसानी से करने वाला जो है आपका जबान है. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞോട്ടെ, आज सुबह मैं आपसे कहता हूँ എന്റെ 14 വയസ്സോട്ട് ഞാൻ എന്റെ കർത്താവിനെ പാടി തുടങ്ങിയതാണ്. कि उनकी उम्र 14 साल की उम्र से परमेश्वर की അന്ന് മുതൽ ഞാൻ എന്റെ കർത്താവിനെ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. उस दिन से वो प्रचार करके शुरू ആ किया. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. हाथ उठा के परमेश्वर को धन्यवाद दे. എല്ലാവരും ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. सभी लोग हाथ उठा के परमेश्वर को धन्यवाद दे. Thank you, Jesus. Hallelujah. Come on. Hallelujah. Hallelujah. കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. आज सुबह कितने लोग धन्यवाद आनंद के साथ परमेश्वर को धन्यवाद दे ഇപ്പൊ सकते हैं. ചിന്തിക്കും, ബ്രദർ എല്ലാ പ്രശ്നം ബ്രദറിന്റെ ലൈഫിൽ നിന്ന് തീർന്നോ? कि आप इस प्रकार सोचेंगे भाई आपके जीवन के सारे समस्या समाप्त हो गए. എന്റെ ലൈഫ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, मैं और एक बात कहता हूँ, എന്റെ ലങ്സ് 60% ചുരുങ്ങിയിട്ടാ ഉള്ളത്. इनका लंग्स जो है 60% कमजोर है. എനിക്ക് 5-7 ഇൻഹേലർ എടുക്കാതെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. कि 5 से 6 इनहेलर के बिना ये खड़ा नहीं हो सकता. ഞാനൊരു ആസ്മ പേഷ്യന്റ് ആണ്. ये एक आस्थमा पेशेंट है. ഞാൻ കർത്താവിനോട് ചോദിച്ചു, इन्होंने परमेश्वर से पूछा, കർത്താവ് അങ്ങ് എനിക്ക് കാഴ്ച തന്നില്ല, परमेश्वर आपने मुझे देखने के लिए नहीं दिया, അങ്ങ് എനിക്ക് ശബ്ദം തന്നില്ല, आपने मुझे आवाज नहीं दिया, അങ്ങ് എനിക്ക് ശ്വാസം തന്നില്ല. आपने मुझे श्वास भी नहीं दिया. എന്ത് ജന്മമാണ് കർത്താവ് ഇത്? परमेश्वर कैसा जन्म है. ലൈഫിന്റെ അകത്ത് സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ തരണ്ടേ കർത്താവ്? परमेश्वर जीवन में आनंद उठाने के लिए कुछ तो देना है. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് മരിച്ചാൽ മതി കർത്താവേ. और इन्होंने बोला परमेश्वर मुझे मरना है. മടുത്തു, ഞാൻ എന്റെ ലൈഫ് മടുത്തു കർത്താവേ എന്ന് ദൈവത്തോട് परमेश्वर मेरा പ്രാർത്ഥിക്കാൻ जीवन തുടങ്ങി. तक चुका है बोल के प्रार्थना किया. കാരണം ഇതൊന്നും ഇല്ലാതെ എന്ത് ജീവിതം, എന്ത് ജന്മം, कि बिना इन सब का क्या जीवन है, ഇതിൽ എന്ത് അർത്ഥമുള്ളേ? इसमें क्या अर्थ है. പക്ഷെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് വാവിട്ട് കരയാൻ തുടങ്ങി. और परमेश्वर के पास पुकार के रोने लगा. കർത്താവിന്റെ കാതിൽ പറഞ്ഞൊരു ദൈവ ശബ്ദമാണ്, परमेश्वर कान में दिया एक आवाज है, മോനെ, बेटा ആരും അനുഭവിക്കാത്ത വേദന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, अगर तू ऐसा दर्द उठा रहा जो किसी ने नहीं सहा, ആർക്കും ഇല്ലാത്ത ശുശ്രൂഷ ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. आमीन. किसी को जो नहीं मिला वैसा सेवकाई तुझे देगा. ഞാൻ കർത്താവിനോട് എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, जब परमेश्वर से बोला मुझे चंगाई चाहिए तो परमेश्वर ने कहा, നിനക്ക് സൗഖ്യത്തെക്കാൾ എന്റെ അഭിഷേകത്തെ ഞാൻ നിനക്ക് കൈമാറാൻ പോകുകയാണ്. मैं चंगाई से बढ़कर तुझे अभिषेक देने वाला. आमीन. സത്യത്തിൽ എനിക്ക് കാഴ്ചയില്ല, ഇന്നും ബുദ്ധിമുട്ടുണ്ട്.
हकीकत में एक तकलीफ है कि देख नहीं सकता. ചില സമയം നോക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. कभी कभी कुछ समय आता है जब मुझे संकट होता പക്ഷെ है. ആ സങ്കടത്തെല്ലാം കവർ ചെയ്യുന്ന അനോയിന്റിങ് എന്റെ മേലുണ്ട്. देखिए वो सारे दुख को कवर करने वाला अभिषेक है इनके ऊपर. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഒരു ദൈവശബ്ദം പറഞ്ഞോട്ടെ. आज मैं इस प्रकार का वाणी देता हूँ. നിങ്ങളുടെ ലൈഫിനകത്ത് വേറെ ഒന്നുമില്ലെങ്കിലും भले आपके जीवन में कुछ भी ना हो, ഇവിടുത്തെ യങ് ജനറേഷനോട് ഞാൻ കൈമാറിക്കോട്ടെ. यहाँ के नौजवानों को मैं कहना चाहता हूँ, നിങ്ങളുടെ ലൈഫിനകത്ത് വേറെ ഒന്നുമില്ലെങ്കിലും आपके जीवन में कुछ भी ना हो, അനോയിന്റിങ് ഉണ്ടെങ്കിൽ, आमेन, अगर जीवन में अभिषेक है, ആ അഭിഷേകം ഉണ്ടെങ്കിൽ अगर अभिषेक है, വേദികൾ നിങ്ങളെ തേടി പോണ്ട, വേദികൾ നിന്നെ തേടി എത്തും. तो आपको स्टेज ढूंढ के जाने की जरूरत नहीं है, मंच आपको ढूंढ के आएगा. പട്ടണങ്ങൾ, രാജ്യങ്ങൾ നിനക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടാൻ പോകുകയാണ്. शहर शहर आपके लिए दरवाजा खोलेंगे. ഒരു തരി പോലും കുറയില്ല. ആ പാട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടു. कि आपने पिछले साल सुना कि जरा सा भी कम नहीं हुआ. പക്ഷെ അതിന്റെ പുറകിൽ 23 വർഷത്തിന്റെ കണ്ണുനീര്, പ്രാർത്ഥന, കാത്തിരിപ്പുണ്ടായിരുന്നു. लेकिन आपने वो गीत सुना, उसके पीछे जो 20-22 साल का जो आंसू है, दर्द है, वो आपने नहीं देखा. ഈ 2026 വെയിറ്റ് ചെയ്ത് ദൈവം അസാധാരണമായി ചെയ്യാൻ പോവുകയാണ്. ये साल आप इंतजार करो, परमेश्वर असाधारण कार्य करेगा. ഞാൻ രാവിലെ മുതൽ കേൾക്കുന്ന ഒരു ദൈവശബ്ദം. मैं सुबह से एक आवाज सुन रहा हूँ. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പുറകിൽ വന്നിരിക്കും, ആരാധിച്ചിട്ട് പോകും. मुझे पूरा पक्का में पीछे बैठेगा और आराधना करके जाएगा. പക്ഷെ എവിടെ ഞാൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദം ഉണ്ടായിരുന്നു. लेकिन मैं सुनने वाला परमेश्वर की आवाज था. ആ ദൈവശബ്ദം ഇന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. कि उस परमेश्वर की आवाज बोला आज हम एक साथ प्रार्थना करेंगे. തയ്യാറാണോ? എന്റെ കൂടെ ആ വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? क्या आप तैयार है वचन सुनने के लिए? നമ്മൾ ഒരുമിച്ച് ആ ദൂതിലോട്ടൊന്ന് എൻട്രി ആകാൻ हम പോകുകയാണ്. एक साथ उस भविष्यवाणी में प्रवेश करेंगे. 3 ഏരിയക്കകത്ത് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുകയാണ്. 3 एरिया आज हम कवर करेंगे. ഒന്ന് ചർച്ചുമായി ബന്ധപ്പെട്ട ദൂതുകൾ ദൈവം തുറക്കുന്നു. एक चर्च के संबंधित वाणी परमेश्वर देंगे. ദൈവം കുടുംബങ്ങളുടെ ദൂതുകളെ തുറക്കുന്നു. दूसरा है जो कुटुंब के ऊपर जो वाणी परमेश्वर दे रहा है. ദൈവം ചില വ്യക്തികളെ ഇന്ന് പകൽക്കാലം തൊടാൻ പോകുകയാണ്. और कुछ लोगों को व्यक्तिगत तौर पे परमेश्वर छुएगा. നിങ്ങൾ ഏതിലാണോ നിങ്ങളെ തൊടുന്ന ദൂത്, അതിന് ഇതിന്റെ അകത്ത് നല്ല സ്വാതന്ത്ര്യമുണ്ട്. आपको जो भी मंडल में छोता है, यहाँ पूरी आजादी है. ആത്മാവിൽ അത് സ്വീകരിക്കുക. आत्मा में उसे स्वीकार करो. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. कि प्रेरित एक्ट्स, बुक्स ऑफ एक्ट ചാപ്റ്റർ 12 12 का 5. 15 5. कोई पढ़ के मदद कीजिए. Acts chapter 12 verse 5. അതിൽ അവസാനത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. उसके अंतिम आयत को हम मनन करेंगे. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു. कलीसिया उसके लिए प्रार्थना कर रही थी. അവസാനത്തെ വാക്യം ഹിന്ദിയിലൊന്ന് എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? എന്നോടൊന്ന് പറയാമോ? क्या आप मुंह खोल के मेरे साथ उस आयत को कहेंगे? ഉറക്കെ പറഞ്ഞോ, ഒച്ചത്തിൽ പറഞ്ഞാട്ടെ. जोर से बोले. कलीसिया लव लगाकर परमेश्वर से प्रार्थना कर रही थी. ബൈബിളിലെ ഏക ഡോക്ടറാണ് ലൂക്കോസ് എന്ന് പറയുന്നത്. कि बाइबल का एक डॉक्टर है जो उसका नाम है लूकोस. 2 പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി തന്നു. उन्होंने 2 किताब हमें लिख के दिया. അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ 2 പുസ്തകങ്ങൾ പിറക്കെ ഉണ്ടായി. उनके हाथों से 2 किताब लिखा गया. ഇദ്ദേഹം ഒരു അപ്പോസ്തലനല്ല, ये एक प्रेरित नहीं है, ഇദ്ദേഹം ഒരു പ്രവാചകനല്ല. ये एक भविष्यद्वक्ता नहीं है. പക്ഷേ ഇയാൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളെ കൂടെ നടന്നതുകൊണ്ട് 2 പുസ്തകങ്ങളെ എഴുതാൻ ദൈവകൃപ കൊടുത്തു. लेकिन वो कुछ अच्छे गुण वाले लोगों के साथ था बोल के 2 किताब लिख पाया. ആ ക്വാളിറ്റി ഉള്ള മനുഷ്യന്റെ പേര് പൗലോസ് എന്നാണ്. वो जो क्वालिटी वाला व्यक्ति का नाम पौलोस था. ഞാൻ ഈ ചർച്ചിനെ നോക്കിയിട്ട് പറയുന്നു, मैं इस कलीसिया को देख के कहता हूँ, ഒരുപാട് പേര് വരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒത്തിരി ജനങ്ങൾ ഈ ചർച്ചിന്റെ അകത്ത് വരുമെന്ന് പറയാൻ എനിക്കറിയില്ല. मैं ये नहीं कह सकता कि इस कलीसिया बहुत सारे लोग आएंगे. പക്ഷെ ഇതിന്റെ അകത്ത് നിന്ന് ക്വാളിറ്റി ഉള്ള ജനറേഷനെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. लेकिन इस कलीसिया में बैठा हुआ जो गुणवान लोग हैं उसे परमेश्वर बाहर निकालेगा. Come on, ആ ദൂതിനൊന്ന് സ്വീകരിച്ചട്ടെ. उस वाणी को आप स्वीकार करो. आमीन. ഫിന്നി പാസ്റ്റർ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, अपनी पास्टर में आत्मा में भविष्यवाणी देता हूं ക്വാളിറ്റി ഉള്ള ജനറേഷനെ ഈ ചർച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്.
गुणवंत जनरेशन को एक कलीसिया उत्पन्न करेगा। ഈ പട്ടണത്തെ കീഴടക്കുന്ന, ഈ പട്ടണത്തെ പൈശാചിക മണ്ഡലത്തെ കീഴടക്കുന്ന ചില അപ്പോസ്തലന്മാർ എഴുന്നേൽക്കാൻ പോകുകയാണ്. इस मंडल में, इस परिश्रम में जो शैतानिक शक्ति पे सामर्थ्य पाने वाला परमेश्वर के दास लोग यहाँ से ചില उठेंगे। പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. दत्ताओं को परमेश्वर कलीसिया से उठाएंगे। ഒതുക്കാൻ കഴിയാത്ത ഒരു തലമുറ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. जिसमें कोई जीत नहीं पाएगा, वैसे एक पीढ़ी को यहाँ से उठाएंगे। AD 60 62 ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. AD 60 में 2 किताब लिखा गया। രണ്ട് പുസ്തകത്തിന്റെ അകത്തും दोनों किताबों में അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. वो एक बात कहता है। ഒന്നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ചിന്തിക്കാം. एक है लूक के लिखे सुसमाचार में देखते हैं, ഇദ്ദേഹം ഒരു വൈദ്യനാണല്ലോ. ये एक डॉक्टर है। സത്യത്തിൽ ഇദ്ദേഹത്തിന് തന്റെ മരുന്നുകളോ സൗഖ്യമാക്കിയവരുടെ പേരൊക്കെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. वो दवाई और उन्होंने जो दवाई से लोगों को ठीक किया उसके बारे में लिख सकता था। പക്ഷെ രണ്ട് പുസ്തകത്തിന്റെ അകത്തും അദ്ദേഹം ഒന്നും എഴുതുന്നില്ല. लेकिन दोनों किताब में उन्होंने वो कुछ भी नहीं लिखा। വൈദ്യനായ ലൂക്കോസ് പറയാ, एक डॉक्टर लूकोस कहता है, മരുന്നിന് കഴിയാത്തത് യേശുവിന് കഴിയും. जो दवाई नहीं कर सकता वो यीशु कर सकता है। മരുന്നിന് പരിമിതിയുണ്ട്, യേശുവിന് പരിമിതിയില്ല. दवाओं को सीमा है लेकिन यीशु को सीमा नहीं है। आमीन। ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? आज कितने लोग ये विश्वास कर सकते हैं? आमीन। यस लॉर्ड। 18 വർഷം കൂനിയായ സ്ത്രീക്ക് ഏത് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അവര് സൗഖ്യമായത്? ये 18 साल जो झुक के चलने वाली स्त्री को कौन सा फिजियोथेरेपी करा के वो सीधा हुआ? ലൂക്കോസ് പറയുന്നു മരുന്നിന് പരിമിതിയുണ്ട്, लूकोस कहते हैं दवाओं को सीमा है, യേശുവിന് പരിമിതിയില്ല. यीशु को सीमा नहीं है। आमीन। പുതിയ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. कि प्रेरितों की किताब में आता है, 4 സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു 4 सुसमाचार में हम सुनता है യേശുവിലൂടെ എന്ന് നമുക്ക് കാണാൻ കഴിയും. यीशु के द्वारा हम सुनता है। പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയും लेकिन प्रेरितों की किताब में हम देखता है പത്രോസിലൂടെ, पत्रोस के द्वारा, പൗലോസിലൂടെ, पौलोस के द्वारा। ഇന്ന് പകൽക്കാലം നിങ്ങളിലൂടെ ചിലത് ചെയ്യാൻ പോകുകയാണ്. आज ये कहना चाहते हैं परमेश्वर आपके द्वारा कुछ करना चाहता है। आमीन। ഞാൻ ഈ പറയുന്ന ദൈവശബ്ദങ്ങളുമായി കണക്റ്റഡ് ആകുന്ന ഒരു ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. जो आप ये वचन के साथ कनेक्टेड परमेश्वर के आत्मा में धन्यवाद दे। നിങ്ങളിലൂടെ പുതിയ ചരിത്രത്തെ ദൈവം എഴുതാൻ പോകുകയാണ്. आपके द्वारा परमेश्वर एक नया इतिहास लिखेगा। आमीन। സാധാരമന ശദരഗദരഗദരമനഗദ റഹലമനദരമനഗദരഗദരഗദരഗദരഗദരഗ. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നത് പുതിയ ചരിത്രങ്ങളെ എന്നോട് പരിശുദ്ധൻ പറയുന്നു. ചില അധ്യായങ്ങൾ അടഞ്ഞിരിക്കുകയാണ്. ചിലരുടെ ലൈഫിന്റെ അകത്ത് അധ്യായങ്ങൾ അടഞ്ഞിരിക്കുക. पवित्र आत्मा मुझसे कहते हैं कुछ लोगों के जीवन में कुछ हिस्सा है जो चुप के बैठा है, इतिहास जो चुप के बैठा है। പക്ഷെ പരിശുദ്ധാത്മാ എന്നോട് പറയുന്നു लेकिन पवित्र आत्मा कहता है ഞാൻ ചിലതിനെ പുതുതെ തുറക്കാൻ പോകുകയാണ്. पवित्र आत्मा कहते हैं मैं उन्हें खोलने वाला हूं। हालेलुया. जोर से बोलिए हालेलुया. जोर से बोलिए ദൈവം हालेलुया। പുതിയത് ഈ ചർച്ചിന് വേണ്ടി എഴുതാൻ പോകുകയാണ്. परमेश्वर कुछ नया इस कलीसिया के लिए लिखने वाला है। ഒരു പേജ് മറിക്കുന്നതല്ല, മറിച്ചിട്ട് നിരാശയുടെ കാലം കഴിഞ്ഞുപോയി. एक पन्ना जैसा पलटता है उसी प्रकार तेरा निराशा का समय बीत चुका है। വേദനയുടെ കാലം കഴിഞ്ഞുപോയി. दर्द का समय बीत चुका है। പരാജയത്തിന്റെ കാലം കഴിഞ്ഞുപോയി. पराजय के समय बीत चुका है। 2026 പരിശുദ്ധാത്മ പറയുന്നു, ये साल परमेश्वर की आत्मा कहता है അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ടതുപോലെ ഈ ചർച്ചിൽ അതിനപ്പുറമായി ദൈവം ചെയ്യാൻ പോകുകയാണ്. जिस प्रकार प्रेरितों की किताब में प्रकट हुआ उससे बढ़कर इस कलीसिया में प्रकट होगा। 1 മുതൽ 12 വരെ പത്രോസിനെ പറ്റി നമുക്ക് കാണാൻ കഴിയും. 1 से लेकर 12 तक पत्रोस के बारे में हम देखते हैं। 13 മുതൽ 28 അധ്യായം വരെ പൗലോസിനെ പറ്റി നമുക്ക് കാണാൻ और കഴിയും. 13 से लेकर आगे हम पौलोस के बारे में देखते हैं। ഒത്തിരി അപ്പോസ്തലന്മാരുണ്ടെങ്കിലും बहुत सारे प्रेरित लोग थे लेकिन ഇവരാണ് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത്. ये दो है जो मेन स्ट्रीम में खड़े थे। ഇതുപോലെ തന്നെ 2 ചർച്ചുകൾ ഈ പുസ്തകത്തെ നിയന്ത്രിക്കുന്നുണ്ട്. उसी प्रकार 2 चर्च इस किताब को दिखाता है। 1 മുതൽ 12 വരെ യെരൂശലേം ദേവാലയം, 1 से लेकर 12 तक जेरूशलेम के पास 13 മുതൽ ഇന്ന് വരെ 13 से लेकर आज तक അന്ത്യോക്യ ചർച്ചാണ്. अंत्योक कलीसिया। യെരൂശലേം ദേവാലയം, जेरूशलेम के जो कलीसिया, അന്ത്യോക്യ ചർച്ച്. अंत्योक की कलीसिया।
യെരൂശലേം ദേവാലയത്തിന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം. जेरूशलेम के कलीसिया के एक दो चीज को मैं कहता हूँ. നിങ്ങൾ സന്തോഷമാണോ? आप खुश है क्या? നിങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. आपकी आवाज नहीं सुनाई दे रहा है. പാസ് എന്നോട് പറഞ്ഞു അതേ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. पास्टर जो समय बोलो इस समय में वाइंड अप करूंगा. പക്ഷെ എന്നെ ഏൽപ്പിക്കാതെ ദൂത് പറഞ്ഞിട്ടിരിക്കാൻ കഴിയത്തില്ല. അത് പറയാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല. लेकिन जो परमेश्वर दिया वो बिना बोले में नहीं जा सकता. യെരൂശലേം ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. जेरूशलेम कलीसिया का एक खासियत मैं बताता हूँ. പക്ഷെ നമുക്ക് ഇവിടെ ഏതാണ്ട് എത്ര പേരുണ്ട് കൊയർ മെമ്പേഴ്സ്? यहाँ कोयर में कितने लोग हैं पास्टर? ഉദ്ദേശം പറഞ്ഞത് ആക്യുറേറ്റ് പറയരുത്. ഉദ്ദേശം. ഓക്കെ, താങ്ക് യു. യെരൂശലേം ദേവാലയത്തിന്റെ കൊയർ 4000 പേരാണ്. ये जेरूशलेम का जो कोयर है 4000 टीम है. മിണ്ടിയില്ല. ഇത്രയും പേര് തന്നെ ഉള്ളപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആണ്. इतने अब 20-25 लोग हैं तो कितना ब्यूटीफुल है. പാസേ 4000 പേര് കൊയർ മെമ്പേഴ്സ്. 4000 लोग जो है कोयर मेंबर्स. അപ്പൊ ആ ചർച്ചിന്റെ മെമ്പേഴ്സിന്റെ കണക്ക് പറയണോ? उस कलीसिया के मेंबर्स का हिसाब. ആ ചർച്ചിന്റെ വരുമാനത്തെ പറ്റി പറയണോ? उस कलीसिया का इनकम के बारे में बताएंगे. വർഷങ്ങളെടുത്താണ് ആ പള്ളി പണിതെടുത്തത്. सालों लगा उस कलीसिया को बनाने के लिए. അകത്ത് നമ്മൾ കേറി അറിയാതെ സെൽഫി എടുത്തു പോകും. अगर हम अंदर जाएंगे तो बिना बोले हम सेल्फी लेंगे. അത്ര ബ്യൂട്ടിഫുൾ ആണ് യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത്. उतना खूबसूरत है जेरूशलेम के जो मंदिर है. എപ്പോഴും യാഗങ്ങൾ നടക്കും. और हमेशा वहाँ बलि चलता है. പക്ഷെ യെരൂശലേമിന് ചെയ്യാൻ കഴിയാത്തത് അന്ത്യോക്യയ്ക്ക് ചെയ്യാൻ കഴിയും. लेकिन जो जेरूशलेम नहीं कर सकते वो अंत्योक कर सकता है. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. आमीन कहिए. അന്ത്യോക്യ ചർച്ചിന്റെ അകത്ത് 4000 കൊയർ ഇല്ല. अंत्योक की कलीसिया में 4000 कोयर नहीं है. അതിന്റെ അകത്ത് കയറിയ സെൽഫി എടുക്കാൻ നമുക്ക് തോന്നത്തില്ല. उसके अंदर आके हम सेल्फी नहीं लेने का. യെരൂശലേമിൽ കമ്മിറ്റി കൗൺസിൽ ഇതെല്ലാം ഉണ്ട്. जेरूशलेम में कमेटी काउंसिल सब है. അത് നല്ലതാണ്. वो अच्छा है. പക്ഷെ അന്ത്യോക്യ ചർച്ചിന്റെ അകത്ത് लेकिन अंत्योक कलीसिया में ഇതൊന്നുമില്ല. ये कुछ भी नहीं है. അവിടെ ഉള്ളി പരിശുദ്ധാത്മാ മാത്രമേ ഉള്ളൂ. उधर केवल पवित्र आत्मा है. ഈ ചർച്ചിനെ നോക്കി ഞാൻ അങ്ങനെ പ്രവചിക്കുന്നു. ये कलीसिया को देख मैं उस प्रकार भविष्यवाणी देता हूं. നമുക്ക് ഭയങ്കര യെരൂശലേമിലെ പോലെ പറയാൻ നമുക്ക് ഒന്നും കാണത്തില്ലായിരിക്കും. जेरूशलेम के जैसे कहने के लिए हमें कुछ नहीं रहेंगे. പക്ഷെ ഈ ചർച്ചിന് ഒന്ന് പറയാനുണ്ട്. लेकिन इस कलीसिया को एक कहने के लिए है. ഇത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ചർച്ചാണ്. ये पवित्र आत्मा का नियंत्रित कलीसिया है. ഇതിന്റെ അകത്ത് കമ്മിറ്റി ഇല്ല, ഇതിന്റെ അകത്ത് കൗൺസിൽ ഇല്ല, ഇതിന്റെ അകത്ത് ഒറ്റ ആളേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. इसमें कमेटी नहीं है, काउंसिल इसमें एक ही है और पवित्र आत्मा. താഴത്തെ ആ സ്റ്റെപ്പ് കേറി വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ ഡീൽ ചെയ്യാൻ പോകുകയാണ്. कि जैसे सीढ़ी चढ़ेंगे पवित्र आत्मा उनसे डील करेंगे. ഇവിടുത്തെ ഏഞ്ചൽസ് ചിലരെ ഡീൽ ചെയ്യാൻ പോകുകയാണ്. स्वर्गदूत कुछ लोगों के साथ डील करेंगे. കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ റാമാനാഥ. പൗലോസിന് എല്ലാവർക്കും യെരൂശലേമിന്റെ സ്റ്റേജ് എല്ലാവർക്കും ഇഷ്ടമാണ്. सब लोग जेरूशलेम के मंच चाहता है. 4000 പേരുടെ ആ കൊയർ തന്നെ എന്ത് ഐശ്വര്യമായിരിക്കും അല്ലേ? 4000 का कोयर कितना ब्यूटीफुल है. പക്ഷെ പൗലോസ് പറയുന്നത് എനിക്ക് ഇഷ്ടം അന്ത്യോക്യ ചർച്ചാണ്. ये पौलुस कहते हैं मुझे जो पसंद है वो अंत्योक की कलीसिया. പൗലോസിന്റെ ഓരോ മിഷൻ ജേർണി പിറന്നത് എവിടെന്നറിയാമോ? कि पौलुस का हर एक मिशन जर्नी कहां से पैदा हुआ? യെരൂശലേമിന്റെ അകത്തല്ല, അന്ത്യോക്യ ചർച്ചിന്റെ അകത്താണ് അത് वो പറഞ്ഞത്. जेरूशलेम के अंदर नहीं अंत्योक की कलीसिया में है. മിഷൻ ജേർണി എല്ലാം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വരാൻ ആഗ്രഹിക്കുന്നതും ഈ അന്ത്യോക്യ ചർച്ചിന്റെ അകത്താണ്. कि अपने पूरे मिनिस्ट्री जर्नी पूरा करने के बाद वो अंत्योक कलीसिया में आना चाहता है. എന്താണ് അന്ത്യോക്യ ചർച്ചിന്റെ പ്രത്യേകത? क्या है इस कलीसिया की खासियत? ആ ചർച്ചിന് ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ. उस कलीसिया का एक ही कैरेक्टर है. അവർ ഉപവാസം, പ്രാർത്ഥന, ആരാധന. उन्हें उपवास, प्रार्थना और आराधना. ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയില്ല. ये छोड़ के उन्हें कुछ नहीं पता. അവർക്ക് ഇപ്പോഴത്തെ പാസ്റ്റർമാരുടെ അവരുടെ ട്രോൾ പേജ് അവർക്ക് അറിയത്തില്ല. उन्हें पासवान लोगों का ट्रोल पेज नहीं मालूम. വിശ്വാസികളുടെ കുറവുകൾ അവർക്ക് അറിയത്തില്ല. उन्हें विश्वासियों की कमजोरियों को नहीं पता. ആ പരസ്പര കുറ്റം പറയില്ല. वो एक दूसरे के बारे में दोष नहीं देते हैं. അന്ത്യോക്യ ചർച്ചിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ഉപവാസം, പ്രാർത്ഥന, ആരാധന. उन्हें एक ही है उपवास, प्रार्थना और आराधना. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ परमेश्वर ने बोला इस प्रकार यदि तुम भी करते हो മെലീത്ത നിന്റെ കയ്യിലിരിക്കും. निविता जो है तेरे हाथ में ഏ रहेगा. ചർച്ച മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു ചർച്ച ഒരു ആമേൻ പറയുമെന്ന്. मैं सोचा कलीसिया एक आमीन ഇന്ന് कहेंगे. രാവിലെ ഞാൻ ഇങ്ങനെ ഈ ചർച്ചിനെ നോക്കി പ്രവചിക്കുന്നു. आज सुबह में इस कलीसिया को देख बानी ചില देता हूं. മെലീത്ത ദ്വീപിനെ കീഴടക്കാൻ പോകുകയാണ്. कुछ मेलिता दीपों को आप ചില क्या करोगे? ചില കുടുംബങ്ങളെ നമ്മൾ ആത്മാവിൽ കീഴടക്കാൻ പോകുകയാണ്. कुटुंब को हम आत्मा में ഒന്ന് രണ്ട് മിനിറ്റുകൾ സ്തോത്രം പറഞ്ഞാൽ ഇതിന്റെ അന്തരീക്ഷം മാറട്ടെ. धन्यवाद दे इसका अंतरिक्ष बदल ആ दो. റാമാന ചില കുടുംബങ്ങൾ ഇന്ന് പകൽക്കാലം പുറത്ത് കൊണ്ടുവരട്ടെ. कुछ कुटुंब आज के दिन बाहर आने दे. ഒന്ന് രണ്ട് മിനിറ്റുകൾ സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളെ धन्यवाद दे. ആ കൈകൾ ചേർത്ത് പിടിച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ.
जो आजू बाजू बैठे हाथ पकड़ के अन्य भाषा में आराधना करें। ആറാമന ശാധാര ബലഗ ധരമന രഗ ധരഗ ധരഗ. അന്ത്യോക്യ ചർച്ച ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. अंत्यों की कलीसिया इसमें प्रकट होने वाला है। റാഹലമന ശാന്തര വൈഡവരഗദേ. ഊറാമ സാധാരാലമദ രഗഡഗദ രഗദ രഗദ. 2026 ഞാൻ ആത്മാവിൽ ഈ ചർച്ചിനെ നോക്കി പ്രവചിക്കുന്നു. ये साल में आत्मा में देख के इस कलीसिया को भविष्यवाणी देता हूँ। പൗലോസ് പോയതുപോലെ जिस प्रकार पौलोस गया, ഈ മുംബൈ പട്ടണത്തെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ തൊടട്ടെ. किस मुंबई शहर में परमेश्वर कुछ कुटुंबों को छुए, ഈ പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തിലെ ചില കുടുംബങ്ങളെ കൂടെ പുറത്തു കൊണ്ടുവരട്ടെ. कि पवित्र आत्मा इस कुटुंब इसके शहर में और कुटुंब को बाहर लाए। ഒന്നാമത്തെ അധ്യായം പറയുന്നു, पहला अध्याय कहता है കർത്താവിന്റെ സ്വർഗ അവരോഹണത്തെ പറ്റി പറയുന്നു. कि पहला अध्याय परमेश्वर के स्वर्ग में जाने के बारे में कहता है, രണ്ടാമത്തെ അധ്യായം പറയുന്നു, और दूसरा अध्याय कहता है കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. कि जो एक साथ आए थे उनके ऊपर पवित्र आत्मा आया। മൂന്നാമത്തെ അധ്യായം കണ്ണുനീരോടെ അല്ലാതെ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയത്തില്ല. और तीसरा अध्याय बिना आंसू का हम पढ़ नहीं सकता। ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് അമ്മയുടെ ഉദരം എന്ന് പറയുന്നത്. सबसे कंफर्ट प्लेस है कि माँ का खोक। നോക്കൂ, അവിടുന്ന് ഒരുത്തൻ ബന്ധിക്കപ്പെട്ട് പുറത്തു വരികയാണ്. देखो उसी में से एक माँ के कोख से एक बंधित होके बाहर आता है। അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ അവന്റെ ഫ്യൂച്ചർ അടഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. वो माँ के कोख से बाहर नहीं आ रहे, वो अपने भविष्य को बांध के बाहर आ रहे हैं। അയാൾ പുറത്തു വരുമ്പോൾ ലൈഫ് മുഴുവൻ അടങ്ങിയിട്ടാണ് പുറത്തു വരുന്നത്. वो जब बाहर आ रहा है उसकी जीवन पूरा बंधा हुआ आ रहा है। 40 വർഷത്തിന്റെ ബന്ധനം പേറി നടക്കുകയാണ്. 40 साल का बंधन के साथ चल रहे हैं। ആലയത്തിന്റെ പേര് സുന്ദരം എന്ന ദേവാലയം എന്നാ. कि जो जहाँ का नाम है सुंदर करके ये, പക്ഷെ ഇയാളുടെ ലൈഫിൽ ഒരു സൗന്ദര്യവും ഇല്ല. लेकिन इनके जीवन में कोई भी सुंदरता नहीं है। ആരെങ്കിലും കൊണ്ട് അയാളെ കൊണ്ട് ഇരുത്തും, कोई तो उसको लेकर के बिठाता है, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് വാങ്ങി കഴിക്കും. कोई भी कुछ भी देते उसे लेके എന്ന് खाता പറഞ്ഞാൽ है। ഒരു ലിമിറ്റഡ് ഏരിയക്കകത്താണ് അയാൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. वो एक सीमित जगह पे बैठा हुआ है। പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, लेकिन आज पवित्र आत्मा कहता है പത്രോസിനെ ദൈവം ഉപയോഗിച്ചതുപോലെ. जिस प्रकार पत्रोस को परमेश्वर इस्तेमाल किया। നിങ്ങൾ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. कितने लोग आमीन कह सकते हैं मुझे पता नहीं। ചിലരുടെ ഷേക്കേൻഡിന്റെ അകത്ത് ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. സാർ, ഞാൻ ബൈബിളിൽ ഇല്ലാത്ത കഥയല്ല ഞാൻ പറഞ്ഞത്. चमत्कार करेंगे। ഞാൻ ബൈബിളിൽ ഇല്ലാത്ത കഥയല്ല ഞാൻ പറഞ്ഞത്, ബൈബിളിലുള്ള കാര്യം പറയണേ. मैं बाइबल से बाहर से नहीं कर रहा, बाइबल के अंदर से कह रहा हूं। ഷേക്കേൻഡിന്റെ അകത്ത് ദൈവപ്രവൃത്തി നടന്നെങ്കിൽ अगर हाथ मिलाने में परमेश्वर कार्य ഈ होगा, ചർച്ചിന്റെ അകത്ത് അങ്ങനത്തെ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. इस कलीसिया परमेश्वर ऐसे कुछ लोग അവര് उपयोग करेंगे। അവർക്ക് ബൈബിൾ കോളേജിന്റെ ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് അവരുടെ കയ്യിലില്ലായിരിക്കാം. उनके पास बाइबल कॉलेज का सर्टिफिकेट्स नहीं रहेंगे। ആരും അവരെ പ്രാർത്ഥിച്ച് വേർതിരിച്ചിട്ടില്ലായിരിക്കാം. कोई भी उन्हें प्रार्थना करके अलग नहीं किया പക്ഷെ होगा। ഈ ചർച്ചിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് इस कलीसिया का संपत जो कहता है, അങ്ങനെയുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. वैसे लोगों को परमेश्वर बाहर ഞാൻ लाएंगे। ഒരു ഉറപ്പ് നിങ്ങളോട് കൈമാറാം. मैं आपको एक हकीकत कहता हूँ। അയാള് അത്ഭുത കിട്ടിയിട്ട് ഓടി പള്ളിക്കകത്ത് കയറുകയാണ്. वो चमत्कार को देख के कलीसिया के अंदर आता है। ഇതിന്റെ അകത്ത് ഞാൻ ആത്മാവിൽ കേൾക്കുന്ന ഒരു ദൈവശബ്ദം പറയാം. मैं आत्मा में सुनने रहा हूं, परमेश्वर की आवाज बता रहा പുറത്ത് हूं। ഒത്തിരി കുടുംബങ്ങൾ കിടക്കുകയാണ്. बाहर बहुत सारे कुटुंब हैं। ഈ 2026 ചിലർ അകത്ത് കയറാൻ പോകുകയാണ്. इस साल बहुत सारे लोग अंदर ചർച്ചിനെ आने वाला है। സ്നേഹിക്കുന്നവർ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. കമോൺ, कलीसिया से प्रेम करने वाले इस प्रकार नहीं कहेंगे। നിങ്ങൾക്ക് ആ ദൂത് വേണ്ട, ഞങ്ങൾ ആ ദൂതിനെ ബീഹാറിൽ കൊണ്ടുപോകാൻ പോകുകയാണ്. यदि आपको वो संदेश नहीं चाहिए तो ये संदेश है कि बिहार ചില जाएंगे। തലമുറകൾ പുറത്ത് കിടക്കുകയാണ്. कुछ पीढ़ियां बाहर हैं। ചില യങ് ജനറേഷൻ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുക. नौजवान लोग पाप में गुलाम होके हैं। പക്ഷെ ഈ ദൂത് ഇന്ന് രാവിലെ അവരെ തൊടാൻ പോകുകയാണ്. लेकिन वाणी आज उन्हें सुनने वाला है। അനാവശ്യമായ ബന്ധങ്ങൾ, बिना मतलब के जो बंधन है, പാപ സ്വഭാവങ്ങൾ, पाप के जो स्वभाव है, സഭയുടെ റേഞ്ചിന്റെ അകത്ത് നിന്ന്, അമ്മയുടെ പ്രാർത്ഥനയുടെ റേഞ്ചിന്റെ അകത്ത് നിന്ന് തലമുറകളെ കൊണ്ടുപോയി. कि माँ के जो कोख के अंदर से, कलीसिया के रेंज के अंदर से पीढ़ियों को बाहर ले गया। പരിശുദ്ധാത്മാവിനോട് തിരിച്ചു പിടിക്കുന്ന പകലാണിന്ന്. पवित्र आत्मा कहते हैं उसे वापस पकड़ने का दिन है। നഷ്ടപ്പെട്ടു പോയതിന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചു പിടിക്കുന്ന പകലാണ്. जो नष्ट हो गया उसे हम आज फिर से पकड़ने वाला दिन है। आमीन। നാലാമത്തെ അധ്യായം അത്ഭുതത്തിന്റെ സാക്ഷ്യം. चौथा अध्याय जो चमत्कार का गवाही है। അഞ്ചാമത്തെ അധ്യായം ഒരു പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച ഒരു കുടുംബം തകർന്നു പോയി. कि पांचों यही पवित्र आत्मा के साथ जो गलत किया, एक पवित्र परिवार टूट गया। ആറാമത്തെ അധ്യായം മേശമേൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുക്കുകയാണ്. कि छठा अध्याय में मेष में सेवकाई करने के लिए चुन रहे हैं। അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും വലിയ അധ്യായം 60 വാക്യങ്ങൾ, സ്തേഫാനോസിന്റെ പ്രസംഗം.
कि और प्रेरितों की किताब में सबसे बड़ा जो है 60 आयत का जो स्टेफनोस की जो कहता है അപ്പോസ്തല പ്രവൃത്തി 8:8 ആ പട്ടണത്തിൽ സന്തോഷം വെളിപ്പെട്ടു. और 8 में इस प्रकार से उस शहर में आनंद प्रकट हुआ. ഏത് പട്ടണത്തിൽ? कौन सा शहर में? പാപത്തിന്റെ ശമരിയ പട്ടണത്തിൽ അത്ഭുതം സംഭവിച്ചു തുടങ്ങി. पाप का शमरिया जो शहर है वहाँ चमत्कार होने लगा. ശമരിയക്കകത്ത് ഒരു വിടുതൽ നടന്നെങ്കിൽ शमरिया में अगर छुटकारा हुआ, ഈ പട്ടണത്തിന്റെ അകത്ത് ചിലർ സന്തോഷിക്കാൻ പോവുകയാണ്. इस शहर में कुछ लोग आनंदित होने वाला है. Come on, get ready. ചിലരെ ദൈവം ചില പട്ടണത്തിൽ നിങ്ങൾ വെറുതെ വന്ന് താമസിക്കുന്നതല്ല. कुछ शहर में अब ऐसे आके नहीं रहता. നിങ്ങൾ ചില ഫ്ലാറ്റിൽ നിങ്ങൾ വന്നതല്ല. कुछ फ्लैट में आप आए नहीं हैं. നിങ്ങളെ ദൈവം അവിടെ കൊണ്ടുവന്നതാണ്. परमेश्वर ने आपको वहाँ लाया है. എന്തിനെന്നറിയുമോ? കർത്താവിന്റെ സന്തോഷത്തെ പകരാൻ ചിലരെ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ कि പോകുകയാണ്. परमेश्वर के आनंद को बांटने के लिए कुछ लोगों को परमेश्वर यहाँ से उठाने वाला है. 9-ാമത്തെ അധ്യായം. 9वां अध्याय. ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റി. सौल को परमेश्वर पौल बनाया. में 10-ാമത്തെ അധ്യായം. और 10वां अध्याय. കൊർന്നല്യോസിന്റെ വീട്ടിനകത്ത് പരിശുദ്ധാത്മാവ് ചലിച്ചു. कोर्नेलियुस के घर में पवित्र आत्मा उतरा. അതിലെ 33-ാമത്തെ വാക്യം പറയുന്നു. उसका 33वां आयत कहता है. 34-ാമത്തെ വാക്യം പറയുന്നു. 34 कहता है ദൈവത്തിന് മുഖപക്ഷമില്ല. कि परमेश्वर को पक्षपात नहीं है. ദൈവത്തിന് ഈ പട്ടണത്തോട് നിങ്ങളുടെ സഭയോട് മുഖപക്ഷമില്ല. कि परमेश्वर शहर को या आपके कलीसिया के साथ भेदभाव नहीं करता. 10 വാക്യങ്ങൾ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നു. कि 10वां आयत में पवित्र आत्मा उतर आया. 11-ാമത്തെ വാക്യം 11-ാമത്തെ അധ്യായം. 11वां आयत. യെരൂശലേമിൽ वന്ന് സാക്ഷി പറയുന്നു. जेरूशलेम में आके गवाही दे रहे हैं. 12-ാമത്തെ അധ്യായത്തിൽ 12वां अध्याय में ഇത്രയും ചെയ്ത പാസ്റ്റർ ജയിലിലായി. इतना सब कुछ किया और पासवान जेल में हुआ. ഇനിയാണ് എന്റെ മെസ്സേജ് തുടങ്ങണേ. अभी मेरा संदेश शुरू होता ഞാൻ है. നിങ്ങളോട് ചോദിക്കുന്നു, मैं आपसे पूछता हूँ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? आपका क्या ख्याल है? ഭയങ്കര മിനിസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. बहुत सेवकाई किया हुआ व्यक्ति है. ആ മനുഷ്യൻ ഇപ്പൊ എവിടെ കിടക്കുക? अभी वो व्यक्ति कहाँ पे है? ജയിലിൽ കിടക്കുക. जेल में है. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? आपका क्या राय है? പെട്ടെന്ന് പറയൂ. जल्दी बोलिए. സൈലന്റ് ആണോ നിങ്ങള്? क्या आप चुपचाप है? അഭിപ്രായമൊന്നുമില്ലേ? आपकी कोई राय नहीं है? വേഗത്തിൽ പറ. നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിലാണ് എനിക്ക് അടുത്ത മെസ്സേജ് പറയാനുണ്ട്. आपके राय में मुझे इसको आगे बढ़ना है. എന്തായിരുന്നു മിനിസ്ട്രി? क्या था सेवकाई? എന്തായിരുന്നു മുംബൈ പട്ടണത്തില്? क्या था मुंबई शहर में? ഇങ്ങനെ എന്തായാലും നമ്മൾ കമന്റ് പാസ്സാക്കില്ലേ? हम इस प्रकार कमेंट मारेंगे. ഇനി നിങ്ങൾ പറഞ്ഞില്ല ഞാൻ പറയും. अगर आपने कहे तो मैं कहता हूँ. എന്തായിരുന്നു ശുശ്രൂഷ? क्या था सेवकाई? കൊർന്നല്യോസിന്റെ വീട്ടിൽ എന്തായിരുന്നു മിനിസ്ട്രി? कोर्नेलियुस के घर में क्या था सेवकाई? സുന്ദരം എന്ന ദേവാലയത്തിന്റെ മുമ്പിൽ എന്തായിരുന്നു മിനിസ്ട്രി? कि उस कलीसिया के सामने क्या था सेवकाई? ഇപ്പൊ ആ പാസ്റ്റർ ജയിലിലാണ്. लेकिन अभी वो पासवान जेल में. ഇപ്പോൾ ആ പാസ് പുറത്തു വരാൻ കഴിയാതെ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. अभी वो पास्टर बाहर नहीं आ सकते. उस प्रकार है. അങ്ങനെ ഇരിക്കുമ്പോഴാ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. जब उस प्रकार था कलीसिया प्रार्थना करने लगा. ഇപ്പോഴാണ് ഈ വാക്യത്തിനൊരു ഇമ്പോർട്ടന്റ് വരണേ. अब इस आयत को एक इम्पोर्टेंट हुआ. എല്ലാ വിഷയങ്ങളെ പോലെ നിസാരവൽക്കരിക്കരുത്. ചിലരിന് ശ്രദ്ധ കൊടുക്കണം. इस हर एक चीज को हमें नजरअंदाज नहीं करना है. कुछ चीज में हमें ध्यान देना है. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു ചില തലമുറകൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണമെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. पवित्र आत्मा कहते हैं कुछ पीढ़ियों को खास ध्यान देना है. ഞാൻ ഒരു ദൈവശബ്ദം ഞാൻ പറഞ്ഞോട്ടെ. मैं एक परमेश्वर की वाणी को कहता हूं. യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലാൻ അവർ തയ്യാറെടുത്തു. मैन हालेलुया. जिस प्रकार याकूब को मारा उसी प्रकार पत्रोस को मारने के लिए उन्होंने तैयारी किया. പ്രാർത്ഥിക്കുന്ന യാക്കോബിനെ ഒതുക്കി. जो प्रार्थना करने वाला याकूब को उन्होंने सीमा बांध लिया. മുംബൈ പട്ടണം പ്രാർത്ഥിക്കുന്ന യാക്കോബുമാരെ ഒതുക്കി. कि मुंबई शहर जो प्रार्थना करने वाले याकूब को जीत लिया. അവരെ ഞാൻ തള്ളിയിട്ടു. उन्हें इस शहर ने गिरा दिया. ആത്മീയത്തിൽ പോലും ഇല്ലാതെ ഞാൻ ഇല്ലാതാക്കി कि आत्मिक से दूर कर दिया. എന്ന് പിശാച് വാദിക്കുമ്പോൾ जो इस प्रकार शैतान कहता है. അടുത്തൊരു ദൈവശബ്ദം ഞാൻ ഈ ചർച്ചിനെ നോക്കി പറയുകയാണ്. दूसरा एक परमेश्वर की वाणी इस कलीसिया को देख के कहता है. ആത്മാവിൽ അത് സ്വീകരിക്കുക. आत्मा में आप उसे स्वीकार करें. പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെ ഒതുക്കിയപ്പോൾ प्रार्थना करने वाला एक याकूब को जब जीत लिया. പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ ദൈവം എഴുന്നേൽപ്പിച്ചു. प्रार्थना करने वाले कलीसिया को പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ ഒരാളെ ഒതുക്കിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചർച്ചിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. जब प्रार्थना करने वाले एक व्यक्ति को नाश किया परमेश्वर ने प्रार्थना करने वाले कलीसिया को खड़ा किया. നിങ്ങളുടെ കുടുംബത്തിലെ ചിലരെ പിശാച് ഒതുക്കി കളഞ്ഞു. आपके कुटुंब में कुछ लोगों को शैतान ने दबा दिया. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു
लेकिन पवित्र आत्मा मुझसे कहता है നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. आमीन, परमेश्वर आपको उठाने वाला है 1-2 മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ. कि 1-2 क्षण अन्य भाषा में आराधना करें. ഞാനിത് വെറുതെ കൈയടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ये मैं केवल हाथ ताली बजवाने के लिए नहीं എന്റെ कह रहा हूं. പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ കേട്ട ദൈവശബ്ദമാ പറയുന്നത്. प्रार्थना में जो सुना हुआ आवाज को बता रहा हूं. അച്ഛാ, ഈ ചർച്ചിന്റെ അകത്ത് എത്ര ധനാട്യന്മാരുണ്ടെന്നല്ല ദൈവം നോക്കണേ. कि ये नहीं देखते इस कलीसिया में कितने शूरवीर हैं, എത്ര പ്രാർത്ഥിക്കുന്നവർ ഈ ചർച്ചിന്റെ അകത്തുണ്ട്. कितने प्रार्थना करने वाले इस कलीसिया के अंदर हैं. പ്രതിസന്ധിയുടെ മുമ്പിൽ മിന്മാറി ഓടുന്നവനല്ല മിടുക്കൻ. चुनौती के सामने पीछे भागने वाला नहीं है बड़ा. പള്ളി മാറുന്നതല്ല മിടുക്ക്. कलीसिया बदलना नहीं है बड़ी बात. പ്രതിസന്ധിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ എത്ര പേരുണ്ട്. चुनौती के सामने प्रार्थना करने के लिए कितने लोग तैयार हैं. ചർച്ചിന് നേരെ പ്രതികൂലം വരുമ്പോൾ ഇനി വേറെ പള്ളി നോക്കാന്ന് പറയുന്നതല്ല മിടുക്ക്. कि कलीसिया में जब संकट आता है दूसरा कलीसिया में जाना नहीं है बड़ी बात. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പരസ്പരം പഴിചാരുന്നതല്ല നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. कलीसिया घर के अंदर कुछ संकट आते तो उसके बारे में बुरा कहने के लिए नहीं आपको बुलाया है. താങ്കളുടെ കുറ്റം, ഇന്റെ കുറ്റം, ബന്ധുക്കളുടെ കുറ്റം അതൊന്നും അല്ല പറയാ ദൈവം വിളിച്ചത്. कि माँ की गलती, पिता की गलती, भाई की गलती ऐसा बोलने के नहीं तुझे बुलाया है. പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറ്റുന്നുണ്ട്. आमीन, आमीन. प्रार्थना करने को कितने लोग तैयार ഓ होंगे. റബരബരമലബദരേ. ओ प्रार्थना करे, आराधना करे, वो अच्छा है कितना बड़ा है. हालेलुया. प्रार्थना करे, आराधना करे, और अच्छा है कितना बड़ा है. छुटकारा पारे हमेशा, हमेशा छुटकारा पारे हमेशा. Come on, come on. छुटकारा पारे हमेशा. प्रार्थना करे, आराधना करे, और अच्छा है कितना बड़ा है. हालेलुया. प्रार्थना करे, आराधना करे, और अच्छा है कितना बड़ा है. छुटकारा पारे हमेशा, हमेशा छुटकारा. ओ छुटकारा पारे हमेशा, हमेशा. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു ദൈവ ശബ്ദം. 2025 നീ എല്ലാരും തോപ്പിച്ചല്ലേ. 2025 പല കുടുംബങ്ങളെ നീ തോപ്പിച്ച് കളഞ്ഞല്ലേ. 2025 में तूने बहुत सारे कुटुंब को हरा दिया. പക്ഷേ 2026 നിന്നെ തോൽപ്പിക്കുന്ന തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. लेकिन ये साल तुझे हराने के लिए पीड़ा उठ रहा है. आमीन, आमीन, आमीन. അവരുടെ സീനിയർ പാസ്റ്ററിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. उनका सीनियर पास्टर को पकड़ के जेल में डाला है. എന്റെ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. मेरा समय आगे जा रहा है. ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ एक बात मैं कहता हूँ. ഒരു രണ്ട് ദൂത് പറയാനാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഇത്രയും സമയമെടുത്തത്. 2 वाणी बताने के लिए मैंने इतना समय लिया. അതിൽ ഒന്നാമത്തെ ദൈവശബ്ദം ഞാൻ ആത്മാവിൽ പറഞ്ഞോട്ടെ. एक उसका पहला वाणी में कहता हूँ രാജാവിന്റെ കൽപ്പന എന്ന് പറയുന്നത് അന്ത്യ കൽപ്പനയാണ്. कि राजा का जो आज्ञा है वो अंतिम आज्ञा है. ഇവർക്ക് ഇനി ബന്ധങ്ങൾ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. अभी इनको कोई भी रिश्ते के साथ कुछ नहीं कर सकता. പൈസ കൊടുത്ത് എന്തെങ്കിലും സ്വാധീനിക്കാൻ കഴിയോ? ഇല്ല. क्या पैसा देके कुछ कर सकते? नहीं. ആര് മാസ് സൈൻ വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയോ? क्या कोई भी राजा का साइन लेके जा सकते? नहीं. പറഞ്ഞതാരാ? ഹെരോദാവ് രാജാവാ പറഞ്ഞിരിക്കണേ. कहा है? हेरोदा राजा ने कहा है. ഇന്ന് പകൽ ഞാൻ ഒരു ദൈവ ശബ്ദം കേൾക്കുന്നു. लेकिन आज मैं परमेश्वर की आवाज इस प्रकार सुनता हूँ. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് हमारा जो प्रार्थना है രാജകൽപ്പനയെ പോലും കീറിക്കളയാൻ കഴിവുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന हमारी प्रार्थना को राजा के कहा हुए बातों को भी फाड़ देता है. ഈ ചർച്ച ചില റിപ്പോർട്ടുകൾ കീറിക്കളയാൻ പോകുകയാണ്. ये जो कलीसिया है कुछ रिपोर्ट्स को फाड़ने वाला है. ഈ ചർച്ച ചില കടങ്ങളെ കീറിക്കളയാൻ പോകുകയാണ്. कलीसिया जो है कुछ उद्धारों को फाड़ डालने वाला. താങ്കൾക്ക് തലമുറ ജനിക്കത്തില്ല, താങ്കൾക്ക് ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് വിധിച്ച വിധികളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ കീറിക്കളയാൻ പോകുകയാണ്. तुझे एक पीढ़ी नहीं होगा इस प्रकार बोला हुआ हर एक बातों को आज कलीसिया फाड़ रहा है. ഈ ചർച്ചിന് ഒരു വളർച്ച ഉണ്ടാകത്തില്ല, ഈ ചർച്ചിൽ ഒരു നന്മയില്ല ഉണ്ടാകത്തില്ലെന്ന് വാദിക്കുന്ന വാദഗതികളെ പരിശുദ്ധാത്മ പറയുന്നു ഇന്ന് പകലിൽ അതിനെ കീറിക്കളയാണ്. जो कहते हैं कलीसिया आगे नहीं बढ़े वो सारे बातों को आज फाड़ रहा है. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. एक साथ परमेश्वर धन्यवाद दे. ഒന്നുകൂടെ കർത്താവിനെ വായി തുറന്ന് സ്തുതിച്ചാട്ടെ. एक बार मुंह खोल के धन्यवाद दे. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. कलीसिया ध्यान के साथ लो लगा के प्रार्थना किया. 6ാമത്തെ വാക്യം പറയുന്നു, 6वां आयत कहता है
ഇന്ന് പകൽ ഇവിടെ ഇതിന്റെ അകത്ത് ആർക്കും പോകാൻ കഴിയത്തില്ല. इसके अंदर कोई भी जा नहीं सकता. പക്ഷെ നമുക്ക് ചെല്ലാൻ കഴിയാത്തടത്ത് ദൂതന് ചെല്ലാൻ കഴിയും. आमीन आमीन. ले जहां हम नहीं जा सकते वह स्वर्गदूत जा सकता है. आमीन. ഈ പട്ടണത്തിന്റെ അകത്ത് ചില കുടുംബത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങാൻ इस പോകുകയാണ്. शहर में कुछ आप ഇറങ്ങി ഈ ചർച്ചിലോട്ട് വലിച്ചോണ്ട് വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. എന്റെ കൂടെ ആമേൻ പറയാൻ കഴിയുന്നുണ്ടോ? ദൂതൻ ചില കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങി, നേരിട്ട് ഇറങ്ങി ചില കുടുംബങ്ങളെ കൈ പിടിച്ച് വലിച്ചോണ്ട് വരുന്നത് പോലെ. स्वर्गदूत उतर के कुछ कुंड में उतर के लोगों को हाथ पकड़ के कलीसिया के अंदर लाएगा. അറയ്ക്കകത്ത് വെളിച്ചം വന്നു. कि बंदी गृह में रोशनी आया. ദൂതൻ വിലാപ്പുറത്ത് തട്ടി. कि स्वर्गदूत ने उसे हिला हाथ लगाया. എന്നിട്ട് പറയും എഴുന്നേൽക്കുക. और कहते उठ. അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തില്. वहाँ एक बात लिखा है, एक आयत लिखा है. മലയാളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് പെട്ടെന്ന് वहाँ तो जल्दी शीघ्र പെട്ടെന്ന്. जल्दी से. ഇന്ന് പകൽ ഞാൻ എങ്ങനെ ആ ദൂതിനെ കൈമാറട്ടെ? मैं आज इस प्रकार इस वाणी को ചില കുടുംബങ്ങൾക്ക് വേണ്ടി कुछ कुटुंब के लिए പെട്ടെന്ന് ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. कुछ परिवारों के लिए परमेश्वर जल्दी से एक छुटकारा भेज रहे हैं. ആമേൻ ആമേൻ. ബൈബിളിലെ ഒരു വാക്യം ഞാൻ വിടാറില്ല. वचन के कोई भी आयत को मैं नहीं छोड़ते. ചില ഫാമിലിക്കകത്ത് പെട്ടെന്ന് ചില വിടുതല ദൈവം ചെയ്യാൻ പോകുകയാണ്. कुछ फैमिली में परमेश्वर जल्दी से छुटकारा ला रहा है. അടുത്ത ദൈവശബ്ദം നിങ്ങൾ കേൾക്കണോ? दूसरा परमेश्वर की वाणी सुनना है कि आपको. അയാൾ എഴുന്നേറ്റപ്പോഴേ, പത്രോസ് എഴുന്നേറ്റപ്പോഴേ जब पतरस उठा കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. आमीन आमीन. उसके हाथ में बांधा हुआ सारे जंजीर टूट गए. അച്ഛാ, എഴുന്നേൽക്കുമ്പോഴേ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. जैसे तू उठेगा छुटकारा प्रकट होगा. ഈ ചർച്ചിൽ അങ്ങനത്തെ ഒരു സീസൺ ഞാൻ ആത്മാവിൽ തുറക്കാൻ പോകുകയാണ്. आमीन. वैसा एक सीजन को इस कलीसिया के लिए आत्मा में खोलता हूं. 40 21 7 14 തെറ്റെന്നല്ല ഞാൻ പറയണേ. 40 ദിവസം 21 ദിവസം 7 ദിവസം 14 ദിവസം 40 दिन 21 दिन 7 दिन 14 दिन ഇതൊന്നും തെറ്റല്ല. ഈ വാസം ഒന്നും തെറ്റല്ല. ऐसा उपवास कोई गलत नहीं है. പക്ഷെ ഫെയ്ത്തിൽ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ, लेकिन आज विश्वास में उठने को शुरू करेगा, കയ്യിലെ ചങ്ങലകൾ അഴിക്കാൻ പോകുകയാണ്. हाथों के हर एक जंजीर खुल ആ जाएगा. കൈക്കകത്ത് നന്മ നിൽക്കാതെ വാദിക്കുന്ന ഒരു പിശാചുണ്ട്. वो एक शैतान है जो हाथ के अंदर भलाई को रोकता नहीं है. രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ താങ്കളുടെ കയ്യിൽ അത് വരത്തില്ല. राज जाने का इच्छा है लेकिन वो तेरे हाथ में नहीं आ रहा है. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രോഫസി കൈമാറുകയാണ്. ഫെയ്ത്തിൽ എഴുന്നേക്കാൻ പറ്റുമെന്ന് विश्वास में उठ सकता है. വിശ്വാസത്തോടെ എഴുന്നേക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. तू विश्वास के उठ सकते हैं लेकिन मैं वचन देता हूं. എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേട്ട ദൈവ ശബ്ദം, मैं प्रार्थना कमरे में इस आवाज को सुना. ഈ ചർച്ചിന്റെ അകത്ത് ചിലരെ ദൈവം എഴുന്നേൽക്കുമ്പോഴേ വിടുതൽ നടക്കാൻ പോകുകയാണ്. इस कलीसिया के अंदर कुछ लोग उठेगा तभी छुटकारा होगा. ചിലർ എഴുന്നേൽക്കുമ്പോഴേ വിടുതൽ നടക്കാൻ പോകുക. അമ്മേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. माता तेरे कुटुंब में तुझे उठना ही होगा. പിതാവേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. तेरे कुटुंब में तुझे उठना ही होगा. കാരണം ആ സീസണെ തുറക്കാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ. ये मौसम को शुरुआत करने तुझसे ही होगा. ആ വിടുതലെ കൊണ്ടുവരാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ. क्योंकि वो छुटकारा तू ही ला सकता है. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞത് ആ 10ാമത്തെ വാക്യമാണ്. और पवित्र आत्मा ने उसकी 10वां आयत അത് പറഞ്ഞ് ഞാൻ പാസ്റ്ററിനെ കൈമാറാൻ वो പോകുന്നു. बोल के मैं पास्टर को देता हूँ, सौंपता हूँ. ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. अपने हाथों को स्वर्ग की ओर उठाए. എല്ലാവരും കൈകൾ സ്വർഗത്തിലേക്ക് हर ഉയർത്തി. एक जन स्वर्ग की ओर हाथों को उठाए. ആരാധന ആരാധന. Come on. ആരാധന ആരാധന. ഓ ആരാധന ആരാധന ആരാധന. ഏഞ്ചൽസ് ചില വീട്ടിനകത്ത് ഇറങ്ങിയെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ അകത്ത് ചിലരുടെ വിഷയത്തിന്റെ നടുവിൽ जीवन में उनके विषय में ഏഞ്ചൽസ് ഇറങ്ങിക്കഴിഞ്ഞെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. परमेश्वर की दूध उतरा है. 10ാമത്തെ വാക്യം ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എന്നോട് പറഞ്ഞത്, 10वां आयत इस कलीसिया के मध्य में परमेश्वर की आत्मा कहता है, അവർ 1ാം കാവലും 2ാം കാവലും കടന്ന്
वो पहला द्वार और दूसरा द्वार पार करके आमीन പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ അവർക്ക് വേണ്ടി സ്വതമേ തുറക്കപ്പെട്ടു. और जो लोखंड का द्वार था वो भी उनके लिए अपने आप खुल गया आमीन ഈ ഡോറുകളെ Yes. നമ്മളെ ഡോറുമായിട്ടൊന്നും നിങ്ങൾ കമ്പയർ ചെയ്ത് കളയരുത്. ये दरवाजे को अपने दरवाजे के साथ आप तुलना मत करें കുതിരയുടെ ശക്തിയോ ആനയുടെ ശക്തി കൊണ്ടോ അടയ്ക്കാൻ കഴിയുന്ന വാതിലുകളാണ് ഈ വാതിലുകൾ. ये जो द्वार है घोड़े या हाथी के शक्ति के साथ इसे बंद किया जाता है ഈ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ എന്ന് പറഞ്ഞാൽ കുതിരയുടെ അല്ലെങ്കിൽ ആനയുടെ ശക്തി ഉപയോഗിച്ച് അത് അടയ്ക്കാനും തുറക്കാനും കഴിയത്തുള്ളൂ. फाटक का जो लोखंड का जो द्वार है वो हाथी या घोड़े की ताकत से ही बंद किया जा सकता है ആക്സിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്തെന്നറിയാമോ? तो प्रेरितों की किताब में क्या बताया है ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡോറ് തുറക്കപ്പെട്ടു. आमीन आमीन ऑटोमेटिकली हाराबादन. दरवाजा खुला ചില ഫാമിലികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. कुछ परिवारों को देख के मैं आत्मा में कहता हूँ കഴിഞ്ഞ 3 വർഷം നിങ്ങൾ അടഞ്ഞ വാതിലാണ് കണ്ടെങ്കിൽ पिछले 3 साल अब बंद दरवाजा देखा ഈ 26-ൽ നിങ്ങൾ കാണാൻ പോകുന്നത് आमीन ये साल अब जो देखने वाला है അടഞ്ഞ വാതിലല്ല, തുറക്കപ്പെട്ട വാതിലിലെ ഈ ചർച്ചിന് വേണ്ടി ഇന്ന് പകലിൽ എന്റെ ये साल इस कलीसिया के लिए हर एक बंद द्वार खुला हो അടയ്ക്കപ്പെട്ട ദൂത് പറയാനല്ല ദൈവം എന്നെ വിട്ടത്, തുറക്കുന്ന ദൂത് പറയാനാ. बंद करने वाला वाणी देने का नहीं परमेश्वर भेजा है, खोलने वाले वाणी के लिए भेजा ചില है। മിനിറ്റുകൾ അന്യഭാഷയോടെ आप अन्य भाषा के साथ നിങ്ങൾ ഈ ദൂതിനെ കണക്ട് ചെയ്ത് ആത്മാവിൽ ആരാധിക്കുക. आप इस वाणी को लेके आत्मा में प्रतिक्रिया करो അന്യഭാഷയോടെ अन्य भाषा के साथ നമ്പർ 1 നമ്പർ 2 നമ്പർ 3 पहला द्वार दूसरा द्वार तीसरा द्वार ഇന്ന് രാവിലെ 3 വാതിൽ നിങ്ങൾക്ക് വേണ്ടി ചർച്ചിന് വേണ്ടി आज सुबह 3 द्वार इस कलीसिया के लिए ഈ ചർച്ചിലെ പട്ടണത്തിന്റെ വാതിൽ ദൈവം തുറക്കപ്പെട്ടു കഴിഞ്ഞു. इस शहर के द्वार को परमेश्वर ने खोला है आमीन ഒരു ലിമിറ്റഡ് ഇത്ര ആൾക്കാരെ ഇതിന്റെ അകത്ത് വരാവുള്ളൂ, ഇത്രയും നിൽക്കാവുള്ളൂ എന്നൊരു വാദിക്കുന്ന വാദഗതിയുണ്ട്. एक लिमिटेड एक सीमा रख के इतने लोग इसके अंदर आना जो कहता है 35-55 എന്ന നമ്പർ എന്നെ പരിശുദ്ധാത്മ കാണിക്കുന്നു. पवित्र में पता है 35-55 इस प्रकार पे था പക്ഷെ പരിശുദ്ധാത്മ ആ സംഖ്യ ഇന്ന് പകൽ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. आत्मा कहते हैं उस संख्या ആ സംഖ്യ നമ്മൾ ആത്മാവിൽ പൊട്ടിക്കാൻ പോകുകയാണ്. उस संख्या को हम आत्मा में तोड़ेंगे ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. आत्मा में धन्यवाद देके प्रार्थना करें ചിലരുടെ ലിമിറ്റേഷൻ ഇന്ന് പകൽ ദൈവം പൊട്ടിക്കാൻ പോകുകയാണ്. कुछ लोग इस सीमाओं को परमेश्वर तोड़ेगा മൂന്നാമത്തെ വാക്യത്തിൽ ഹെരോദാ പറയും, നിന്നെ ഞാൻ കൊന്നുകളയും. तीसरा आयत में कहते हैं हेरोदा कहते हैं मैं तुझे मार दूंगा പക്ഷെ 20 വാക്യം കഴിഞ്ഞില്ല, പറഞ്ഞവനില്ല. लेकिन 20 आयत के बाद जिन्होंने चुनौती दिया वो ही नहीं है ഇന്ന് രാവിലെ പരിശുദ്ധാത്മ എന്നോട് പറയാൻ പറയുന്നു, आज पवित्र आत्मा मुझसे कहने को कहता ചില है കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങാൻ പോകുക. कुछ कुटुंब में परमेश्वर का दूध उतरने സാർ, वाला है ദൂതനെ ഇറക്കാനും അറിയാം, ദൂതനെ അടിക്കാനും അറിയാം. दूध उतरता भी है वो मारता भी है ഹെരോദാവിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് വളരുന്ന സഭയെ, വളരുന്ന ജനറേഷനെ ഒതുക്കുക എന്നാണ്. हेरोदा की जो चुनौती है जो बढ़ने वाले कलीसिया को बढ़ने वाले पीढ़ियों को कब्जा करना है ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, ഈ പോയിന്റ് ആയിരുന്നു നിങ്ങൾ പിടിക്കുക. पहले आज के कुछ भी संदेश आपको समझाने लगे ये बात को पकड़ लेना ഇന്ന് ദൈവം ഇതിന്റെ അകത്ത് പൊളിച്ചു കളഞ്ഞത് വളരുന്ന ജനറേഷനെ ഹെരോദാവ് ഒതുക്കിയെങ്കിൽ ഇന്ന് ഹെരോദാവിനെ ഒതുക്കുന്ന പകലാണ്. कि बढ़ने वाले लोगों को हेरोदा ने दबा दिया तो आज उस हेरोदो को दबाने वाला दिन है മുംബൈയിൽ വളരുന്ന ചർച്ചുകളെ ഒതുക്കി കളഞ്ഞെങ്കിൽ मुंबई में बढ़ने वाले कलीसिया को दबा दिया तो ഇന്ന് ഹെരോദാവിനെ തൊടുന്ന പകലാണ്. आज हेरोदो को चुनने वाला दिन है നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഹെരോദ മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, അതിനെ ദൈവം അഴിക്കാൻ പോകുകയാണ്. अगर आपके कुटुंब में ऐसा मंडल है तो आप बोलो आज परमेश्वर उसे खोलेगा जोर से थाली बजा, वाद्य भाषा बोलिए, This is a prophetical movement. ഈ ചർച്ച അടുത്ത നിലവാരത്തിലേക്ക് എന്റെ കർത്താവ് एक भविष्यवाणी है कलीसिया अगले पड़ी में परमेश्वर